എല്ലാവർക്കും ചരിത്രസാക്ഷികൾ പരമ്പരയുടെ 44-ാം ഭാഗത്തേക്ക് സ്വാഗതം. ഈ പരമ്പര അവസാനിക്കുന്ന ധന്യമായ മുഹൂർത്തമാണ് ഇത്. 2022 ഡിസംബർ 31-ാം തീയതി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ PJ മാത്യു സാറിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളുമായി ആരംഭിച്ച ഈ പരമ്പര 4-5 അധ്യായങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കാര്യം പങ്കെടുക്കുന്നവർ, കേൾക്കുന്നവർ ഒക്കെ എത്രമാത്രം ഉണ്ടാകും എന്നൊരു സംശയം ബാക്കി ഉണ്ടായിരുന്നു ആദ്യ 2 എപ്പിസോഡൊക്കെ ആയപ്പോഴേക്കും. പക്ഷെ പിന്നീട് ധാരാളം പേർ മാധ്യമരംഗത്ത് തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം ഈ പരമ്പരയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും കേൾക്കാനെത്തുകയും ചർച്ചകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ പരമ്പര അങ്ങനെ 44-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ 75 മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സമ്പന്നമായ അനുഭവങ്ങൾ ഈ വേദിയിൽ പങ്കുവെക്കപ്പെട്ടു. അതിൽ 42 അധ്യായങ്ങളുടെ ശബ്ദലേഖനങ്ങൾ ആപ്പിലും മീഡിയ വേവ്സ് ചാനലിലുമുണ്ട്. വിശദമായ റിപ്പോർട്ടുകൾ ബ്ലോഗിലും ഫേസ്ബുക്കിലുമുണ്ട്. അതൊരു വലിയ ചരിത്ര രേഖയായി വരും കാലത്തേക്കുള്ള സൂക്ഷിപ്പായി അതവിടെ ഉണ്ടാകും. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊരു പുസ്തകമാക്കാനും ആലോചനയുണ്ട്. മീഡിയ അക്കാദമിയൊക്കെ സഹകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് 11-ാമത്തെ, ഈ ചാറ്റ് റൂമിലെ 11-ാമത്തെ പരമ്പരയാണ്. 2021 ജൂൺ 19-ാം തീയതിയാണ് ഈ ചാറ്റ് റൂം ആരംഭിച്ചത്. അന്ന് ഗൾഫ് റേഡിയോയുടെ 30 വർഷം പരമ്പരയിൽ ആരംഭിച്ചു. വാർത്തകൾ വായിക്കുന്നത്, വാർത്തകൾ തയ്യാറാക്കുന്നത്, മലയാള ടെലിവിഷന്റെ നാൾവഴികൾ, എൻ്റെ ആകാശവാണിക്കാലം, ശ്രീലങ്ക മലയാള റേഡിയോ പ്രക്ഷേപണം, കാർട്ടൂൺ ദാ തൊട്ടടുത്ത്, കമ്മ്യൂണിറ്റി റേഡിയോകളെ കുറിച്ചുള്ള പരമ്പര, വരമൊഴി സാക്ഷ്യം ചിത്രകാരന്മാരെ കുറിച്ചുള്ള പരമ്പര, ചിത്രം ചരിത്രം ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചുള്ള പരമ്പര. 11-ാമത്തെ പരമ്പരയാണ് ചരിത്ര സാക്ഷികൾ. അപ്പോൾ ഇന്ന് മുതിർന്ന 2 മാധ്യമ പ്രവർത്തകർ, ഞങ്ങൾക്ക് രാജേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ P. രാജൻ, ഇന്ത്യയിലും പുറത്തും ഇംഗ്ലീഷ് മാധ്യമ ലോകത്തെ വലിയ നിറസാന്നിധ്യമായ അമ്മു ജോസഫ്, 2 പേരുടെ അനുഭവങ്ങളാണ് ഈ സമാപന എപ്പിസോഡിൽ ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. ഈ പരമ്പരയുടെ മുൻ അധ്യായങ്ങളിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഒക്കെ ഇതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആദ്യ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ശ്രീ P. രാജൻ, ഞങ്ങളുടെയൊക്കെ രാജേട്ടൻ. അദ്ദേഹം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള ഉത്തരം, അദ്ദേഹം ഒരു റിബലാണ്, ഒരു ഊർജ്ജസ്വലനായ പോരാളിയാണ്. കാരണം അദ്ദേഹം സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് 35 വർഷം കഴിഞ്ഞു. 1988 ജൂൺ 20-നാണ് അദ്ദേഹം മാതൃഭൂമിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. 35 വർഷമായി, 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മാധ്യമ രംഗത്തും കേരളത്തിന്റെ പൊതുജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം. 1960-കളുടെ മധ്യത്തിൽ മാതൃഭൂമിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മാധ്യമ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ലീഗൽ കറസ്പോണ്ടൻ്റാണ് അദ്ദേഹം. 1975 ജൂലൈ 21-ാം തീയതി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പത്രലേഖകനാണ് ശ്രീ P. രാജൻ. നമുക്കെല്ലാം അറിയാം, അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനം ഒരു ലഘുലേഖയായി അന്നത്തെ കോൺഗ്രസ് പരിവർത്തനവാദികളുടെ പ്രസിദ്ധീകരണത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ 2-ാം ദിവസം പ്രസിദ്ധീകരിച്ചതിനാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 2 മാസം അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹത്തോടൊപ്പം പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ 4 പ്രവർത്തകരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. മാതൃഭൂമിയുടെ അടുത്ത കാലത്ത്, ഒരു കഴിഞ്ഞ 10-30 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം MD നാലപ്പാട് പത്രാധിപതി നയിക്കുന്ന സമയമാണ്. അന്നത്തെ അന്വേഷണാത്മക പരമ്പരകൾ മാതൃഭൂമിയുടെ പാരമ്പര്യത്തിൽ നിന്ന് വിരുദ്ധമായി ഒരു പുതിയ യുഗത്തിലേക്ക് മാതൃഭൂമിയെ കൊണ്ടുപോയ ഒരു വലിയ യുഗമാറ്റത്തിൻ്റെ
കാലത്ത് MD നാലപ്പാടിൻ്റെ വലംകൈയായി നിന്നുകൊണ്ട് അതിന് മുഴുവൻ്റെ ബുദ്ധി കേന്ദ്രം ശ്രീ P രാജനായിരുന്നു. നമുക്കെല്ലാം നേരിട്ട് അറിയാവുന്ന കാര്യമാണിത്. അദ്ദേഹം എഴുതിയ രാഷ്ട്രീയ നിരീക്ഷണ ലേഖനങ്ങൾ, മുനി എന്ന പേരിൽ മാതൃഭൂമി അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, അതിനുശേഷം എഴുതിയിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിലെ വലിയ സംഭാവനകളാണ്. മാതൃഭൂമിയിലെ ഈ കക്ഷിബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ നമുക്കെല്ലാം അറിയാം. ഒട്ടേറെ സംഭവ വികാസങ്ങൾ അതിലുണ്ട്. അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അതിനെതിരായി സുദീർഘമായ നിയമപോരാട്ടം അദ്ദേഹം നടത്തി. പക്ഷെ അദ്ദേഹം അതിൽ വിജയിച്ചില്ല. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള ഒരു ആഭിമുഖ്യം, ഞാൻ മാതൃഭൂമിയിലുണ്ടായിരുന്ന 18 മാസക്കാലവും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ധന്യതയാണ്. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയേണ്ടതുണ്ട്. മാതൃഭൂമിയിൽ നിന്നുള്ള എൻ്റെ പുറത്തുപോകലിന് ഒരുപക്ഷെ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടല്ല. വാക്കുകളെ ഭയക്കുന്നവർ എന്ന ലേഖനം മാതൃഭൂമിയുടെ വാരാന്ത്യത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അത് ഞാൻ അദ്ദേഹത്തിനാണ് ആദ്യം കൊടുത്തത്. അദ്ദേഹം ആണ് കോഴിക്കോട്ടേക്ക് അയച്ചത്. അതിനെ തുടർന്ന് മാതൃഭൂമിയുടെ ഗൾഫ് എഡിഷൻ നിരോധിക്കപ്പെട്ടു എന്ന ആരോപണത്തിൻ്റെ മേലാണ് ഞാൻ മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. എന്തായാലും അത് നന്നായി എന്നാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. അപ്പം അദ്ദേഹമാണ് ആദ്യം അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം ഗ്രന്ഥകാരനാണ് എന്ന് ഞാൻ ആദ്യം പറയുകയുണ്ടായി. മഴയും മുഖം മൂടിയും ഉൾപ്പെടെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ക്ലബ്ബായ എറണാകുളം പ്രസ് ക്ലബിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്, അങ്ങനെ പ്രഭാഷകനാണ്, മാധ്യമ അധ്യാപകനാണ്. അങ്ങനെ ധാരാളം മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ റൂമിൽ ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. താഴെ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം അനുഭവങ്ങൾ പങ്കുവച്ച ശേഷം ബഹുമാനപ്പെട്ട അമ്മു ജോസഫ് സംസാരിക്കും. ആലുവ സ്വദേശിനിയാണ്. ചെന്നൈയിലും അമേരിക്കയിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 1977 EUS വീക്കിലിയിൽ നിന്നാണ് അമ്മു ജോസഫിൻ്റെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു. അതിനുശേഷം മുംബൈയിൽ തന്നെയുള്ള ഇന്ത്യ പോസ്റ്റിൻ്റെ സൺഡേ മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. അതിനുശേഷം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയും ഗവേഷകയുമായി രാഷ്ട്രീയ ഇന്ത്യയിലും പുറത്തുമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ധാരാളം എഴുതുന്നുണ്ട്. വെബ് പ്രസിദ്ധീകരണങ്ങളിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ധാരാളമായിട്ട് എഴുതുന്നുണ്ട്. 6 പുസ്തകങ്ങൾ അമ്മു ജോസഫിൻ്റെതായിട്ടുണ്ട്. ഫസ്റ്റ് ന്യൂസ്, ദ മീഡിയ ആൻഡ് വിമൻ ഇഷ്യൂസ്, വിമൻ ഇൻ ജേർണലിസം മേക്കിംഗ് ന്യൂസ്, സ്റ്റോറി ലൈൻസ്, കോൺവെർസേഷൻസ് വിത്ത് വിമൻ റൈറ്റേഴ്സ് തുടങ്ങിയ പുസ്തകങ്ങൾ അമ്മു ജോസഫിൻ്റെതായിട്ട് ഉണ്ട്. മാത്രമല്ല ധാരാളം ഗവേഷണാത്മകമായ ഗ്രന്ഥങ്ങളുടെ രചനയിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പാംഗ്രേവ് ഇന്റർനാഷണൽ ഹാൻഡ്ബുക്ക് ഓഫ് വിമൻ ആൻഡ് ജേർണലിസം, മീഡിയ ആൻഡ് ജെൻഡർ, എ സ്കോളർലി അജണ്ട ഫോർ എ ഗ്ലോബൽ അലയൻസ് തുടങ്ങിയ പുസ്തകങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ലാറ്റിൻ മീഡിയ അവാർഡ് 2007 അമ്മു ജോസഫിന് ലഭിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ധാരാളം പ്രസിദ്ധീകരണങ്ങളിലും നയരൂപീകരണങ്ങളിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മീഡിയ മോണിറ്ററിംഗ് പ്രൊജക്റ്റിൻ്റെ ഇന്ത്യയിലെ കോർഡിനേറ്ററാണ്. ദക്ഷിണേന്ത്യൻ സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള 2020 റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്ക് നയിച്ച പഠനത്തിലും അമ്മു ജോസഫ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ ആദ്യം സംസാരിക്കും. അതിനുശേഷം അമ്മു ജോസഫ് അനുഭവങ്ങൾ പങ്കുവെക്കും. അതിനുശേഷം ഈ പരമ്പരയിൽ പങ്കെടുത്ത ഇപ്പോഴുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാജേട്ടൻ എത്താൻ വൈകുന്നുവെങ്കിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഈ പരമ്പര ഈ അധ്യായം നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ട രാജേട്ടന് സ്വാഗതം. അതിൻ്റെ മൈക്കൊന്ന് ടച്ച് ചെയ്ത് ഓൺ ആകാൻ പറ്റും. ഹലോ ഹലോ
രാജേട്ടൻ താഴെ മൈക്കിന്റെ എംബ്ലം ഒന്ന് ടച്ച് കഴിഞ്ഞാൽ ഓൺ ആകും. ഹലോ രാജൻ സർ, മൈക്കിന്റെ ഒരു ഐക്കൺ താഴെ പേജിന്റെ റൈറ്റ് എൻഡിലുണ്ട്. താഴെ അവിടെ ആ ഐക്കണിൽ ടച്ച് ചെയ്താലേ സാറിന്റെ മൈക്ക് ഓപ്പൺ ആവുള്ളൂ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ രാജേട്ടന് സംസാരിക്കാം കുഴപ്പമില്ല. ഓക്കെ ആയോ? ആയി. കഴിഞ്ഞു. രാജേട്ടനെ കുറിച്ചുള്ള ആമുഖം നമ്മൾ പറഞ്ഞു. രാജേട്ടൻ ഞാൻ കേട്ടു. അപ്പൊ രാജേട്ടൻ ആരംഭിക്കാം. രാജേട്ടൻ വരാനുള്ള ഒരു സാങ്കേതിക പ്രശ്നത്തിൽ കുടുങ്ങി നമ്മൾ ഇത്തിരി വൈകി. കുഴപ്പമില്ല, നമുക്ക് ആരംഭിക്കാം. രാജേട്ടൻ പറഞ്ഞോളൂ. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനായി, അതും അച്ചടി മാധ്യമത്തിലെ പ്രവർത്തകനായി എൻ്റെ ഈ തൊഴിൽപരമായ ജീവിതം തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന കാലത്ത് ഞാൻ ഒരു മുഴുവൻ സമയ പത്രപ്രവർത്തകനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നിയമം പഠിക്കുന്നതിനൊപ്പമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന കാലത്താണ് എനിക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. സാമാന്യം നല്ല വിദ്യാർത്ഥിയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതോടുകൂടി മഹാരാജാസ് കോളേജിലെ ഏറ്റവും മഹാമോശം വിദ്യാർത്ഥികളിൽ ഒരാളായി ഞാൻ മാറി. പിന്നെ എങ്ങനെയോ നിയമബിരുദം എടുത്തു. മാതൃഭൂമി എറണാകുളം എഡിഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് ബ്യൂറോ ബലപ്പെടുത്താനുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ബ്യൂറോയിൽ ഒരു റിപ്പോർട്ടറായി നിയമിക്കുന്നത്. മാതൃഭൂമിയുടെ എറണാകുളം എഡിഷന്റെ ചുമതല വഹിക്കാൻ പോകുന്ന ആള് പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകനും ബുദ്ധിജീവിയും ഒക്കെയായ AP ഉദയഭവനായിരുന്നു. സത്യം പറഞ്ഞ അദ്ദേഹമാണ് എന്നെ ഒരു പത്രപ്രവർത്തകൻ, ഫുൾ ടൈം പത്രപ്രവർത്തകനാക്കിയത്. അതിനു മുമ്പ് ഞാൻ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില ഫ്രീലാൻസ് പ്രവർത്തനമെല്ലാം നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുന്ന കാലത്ത് ദേവികുളത്ത് നടന്ന അഖിലേന്ത്യാ ശ്രദ്ധ പിടിച്ചു പറ്റിയ റോസമ്മ പുന്നൂസും BK നായരും കൂടി നടന്ന ആ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട് ദേവികുളത്തിൽ, ദ്വയാംഗ മണ്ഡലത്തിൽ. അത് കവർ ചെയ്യാൻ പോയി. പിന്നീട് അന്നത്തെ സാഹിത്യ പരിഷത്ത് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് 4-5 ദിവസം തുടർച്ചയായിട്ടാണ്. അപ്പൊ KN നായരെ പോലുള്ള പ്രമുഖ പത്രപ്രവർത്തകരുടെ സഹായിയായിട്ടും ദീനബന്ധു വഴി അവരെനിക്ക് ബന്ധപ്പെട്ടായിരുന്നു. അവരെന്നെ കൊണ്ടുപോയി അവർക്ക് സഹായിക്കുന്ന റിപ്പോർട്ടുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുന്ന ജവഹർലാൽ നെഹ്റു കണ്ണൂർ വന്ന് ആദ്യത്തെ ഒരു വലിയ മീറ്റിംഗ് കോൺഗ്രസ്സുകാർ നടന്നു. അതും നടത്തിയിരുന്നു. അതും ഞാൻ കവർ ചെയ്തു. അതെല്ലാം അന്ന് ഇംഗ്ലീഷിൽ പത്രപ്രവർത്തനം കൂടി UN അല്ല, അന്ന് UN വേറൊരു ഇംഗ്ലീഷ് ന്യൂസ് ഏജൻസിയുടെ പ്രവർത്തകരുടെ സഹായിയായിട്ടും കൂടിയാണ് ഞാൻ അത് പോയത്. അപ്പൊ അങ്ങനെ പത്രപ്രവർത്തനവുമായി എനിക്ക് ബന്ധമുണ്ട്. പക്ഷെ എൻ്റെ കൂടുതൽ താല്പര്യങ്ങൾ ആ കാര്യത്തിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത് ആശയപരമായ കാര്യങ്ങളിലുള്ള ലേഖനങ്ങളും അതൊക്കെ എഴുതുന്നതാണ്. ഉദാഹരണത്തിന് ജലപ്പെരുപ്പം മനുഷ്യരാശിയുടെ ഒരു വെല്ലുവിളി. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവാണിയും സർക്കാർ മാധ്യമങ്ങളും മാതൃഭൂമിയും ഒഴിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള മറ്റേ ക്രൈസ്തവ പത്രങ്ങളും ഈ മത താല്പര്യമുള്ള പത്രങ്ങളും ഈ ജനസംഖ്യാ സംബന്ധമായ ജനസംഖ്യാ നിയന്ത്രണമായ ലേഖനങ്ങളെ പബ്ലിഷ് ചെയ്യാറില്ല, വാർത്തയെ കൊടുക്കാറില്ല. മാതൃഭൂമി അത് കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ ആദ്യത്തെ ലേഖനം എഴുതിയത് ഏതാണെന്ന് ചോദിച്ചാൽ ജലപ്പെരുപ്പം മനുഷ്യരാശിയുടെ ഒരു വെല്ലുവിളി എന്ന വിഷയമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഭാവി തുടങ്ങിയ വലിയ ഗഹനമായ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നീട് ഈ ഫുൾ ടൈം പത്രപ്രവർത്തകനാകാനുള്ള ഒരു പ്രധാന കാര്യം, പരീക്ഷയ്ക്കൊന്നും എഴുതാതെ തോറ്റുകയാണെന്ന് വരുമാനമൊന്നും ഇല്ലാതെ വീട്ടിൽ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലത്താണ് ഞാൻ വീട്ടിൽ ഏറ്റവും ശല്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് ഉദയഭാനു എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ താൻ ഏതായാലും ഇങ്ങനെയൊക്കെ നടക്കുകയല്ലേ, അപ്പൊ പരീക്ഷയ്ക്ക് പാസ്സായി കഴിയുന്നവർ തനിക്ക് ഞങ്ങളുടെ കൂടെ കൂടിക്കൂടെ എന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്ത്, അന്ന് എറണാകുളം ക്ഷേത്രത്തിനടുത്താണ് മാതൃഭൂമിയുടെ ബ്യൂറോ. അവിടെ ബ്യൂറോയിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ള ചൊവ്വര പരമേശ്വരന്റെ മകൻ രാമചന്ദ്രന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് പത്രപ്രവർത്തനം തുടങ്ങുന്നത്. അവിടെ നിന്ന് എനിക്ക് അന്ന് ഞങ്ങൾ ചേർന്ന കാലത്ത് ഒരു കോളേജ് അധ്യാപകനേക്കാൾ ശമ്പളവും ഉണ്ട്. എന്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ 6 മാസം കൂടുമ്പോൾ ശമ്പളവും കൂടി.
ഞാൻ റിട്ടയർ ചെയ്യുന്ന കാലം വരെ ഏതാണ്ട് കോളേജ് അധ്യാപകനേക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു. എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അത്രയും ശമ്പളം എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല ശമ്പളം തന്നെയാണ്. വീട്ടിലാണെങ്കിൽ അന്ന് ബാക്കിയുള്ള സിസ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് ജോലി കിട്ടിയോണ്ട് വലിയ ബുദ്ധിമുട്ടും ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ എനിക്ക് ഇതിലാണെങ്കിൽ ലഹരി പോലെ ഒരു പത്രപ്രവർത്തനം വരികയും പുതിയ പുതിയ ഏരിയയിലേക്ക് പത്രപ്രവർത്തനത്തെ കൊണ്ടു ചെല്ലാനുള്ള ഒരു പരിശ്രമം നടത്താനും അവസരം കിട്ടി. അപ്പോ എന്റെ ആ മാധ്യമ പ്രവർത്തന കാലത്ത് മാതൃഭൂമിയിൽ അങ്ങനെ മാനേജ്മെന്റ് ഒരു ഇടപെടാറില്ല. VM നായർ വന്നതിന് ശേഷവും അതിനുശേഷം VPR വന്നതിന് ശേഷമാണ് ഒരു അടുക്കും ചിട്ടിയോടുള്ള പ്രവർത്തനം മാതൃഭൂമിയുടെ ഈ പത്രപ്രവർത്തന രംഗത്തുണ്ടായിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ അവിടെ സമ്പൂർണമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിന്റെ ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നവൻ ജോലി ചെയ്യുക, അല്ലാത്തവൻ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരവസ്ഥയും അന്നുണ്ടായിരുന്നു. പക്ഷെ ഈ അടുക്കും ചിട്ടയില്ലാത്തതുകൊണ്ടും ആജ്ഞ മുകളിൽ നിന്ന് വരാത്തതുകൊണ്ടും നമുക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മലയാള പത്ര പ്രവർത്തന രംഗത്തിൽ ചില കാര്യങ്ങൾക്ക് അത് നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ചീത്തയെന്ന് അഭിപ്രായമുണ്ട്. ഈ SSLC റാങ്ക് കിട്ടിയ കുട്ടികളെ ആദ്യം ഇന്റർവ്യൂ ചെയ്ത് സ്ഥിരം ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് ആഗ്രഹിക്കുന്നത്, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, പലപ്പോഴും അമ്മയുടെ പെട്ട് ഉത്തരം പറയുന്ന രീതിയിലുള്ള ആ ഇന്റർവ്യൂ അത് ആദ്യം തുടങ്ങിയത് ഞാനാണ്. അത് ഒരിക്കൽ നമ്മുടെ ബാബു പോൾ അന്വേഷിച്ച് നടന്നു എന്ന് എൻ്റെ അടുത്ത് തോമസ് ജേക്കബ് പറഞ്ഞു. അതിപ്പോ സർക്കാർ തന്നെ റാങ്ക് അനൗൺസ് ചെയ്യുകയും മന്ത്രി പത്രസമ്മേളനം നടത്തുകയും ചെയ്യുന്ന ഒരു തരം റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ റീഓപ്പണിംഗ് ഒരു സ്റ്റോറി ആക്കി എന്നുള്ളതാണ് ആ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്ത ഒരു, അതും ഇപ്പൊ സർക്കാർ കൊടുക്കുന്നുണ്ട്. എത്ര സ്കൂളുകളുണ്ട്, ഏതെല്ലാം പുതിയ രംഗത്ത് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, 2 കോടി വിദ്യാർത്ഥികൾ ചേർന്നു, 3 കോടി വിദ്യാർത്ഥികൾ ചേർന്നു എന്നൊക്കെ പറഞ്ഞ് അതിലെ സ്ത്രീ എത്ര പുരുഷൻ എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോ വിദ്യാഭ്യാസ രംഗം ഒരു വലിയ വാർത്ത സ്രോതസ്സായി തന്നെ മാറിയിട്ടുണ്ട്. അതിലൊരു ചെറിയ പങ്ക് എനിക്കും വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രധാനമായും രാഷ്ട്രീയ പത്രപ്രവർത്തനം, രാഷ്ട്രീയം ആശയപരമായ കാര്യങ്ങൾ, അതായത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് എന്നുള്ള ആശയങ്ങളിലാണ് ഞാൻ പണ്ടും വിശ്വസിച്ചിട്ടുള്ളത്. അത് പ്രൊഫഷണൽ കമ്മ്യൂണിസ്റ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലെനിനിസ്റ്റ് ചിന്താഗതി പ്രകാരം ഒരു പിന്തിരിപ്പൻ ആശയമാണ്. ഇന്നിപ്പോ സോവിയറ്റ് യൂണിയന്റെ പരാജയത്തിനും കമ്മ്യൂണിസത്തോട് തന്നെ ഒരു ആളുകൾക്ക് വലിയ മതിപ്പില്ലാത്തൊരവസ്ഥ വന്നതോടുകൂടി ജനാധിപത്യ സോഷ്യലിസം വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. തനി ക്യാപിറ്റലിസം, അതിന് ബദലായിട്ട് സോഷ്യലിസത്തിന് ബദലായിട്ട് ക്യാപിറ്റലിസം എന്നുള്ള ആശയം ലോകത്തിൽ ഏതാണ്ട് അസ്തമിച്ചു തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇത് കണ്ടത്. പക്ഷെ അച്ചടി മാധ്യമങ്ങൾ ഒരു അന്തരാള ഘട്ടത്തിലാണ്, അതിന്റെ ഭാവി പ്രവചിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. ഈ ലോകവ്യാപകമായി അതാണ് സ്ഥിതി. നമ്മുടെയും പത്രങ്ങൾ ഇന്നത്തെ രൂപത്തിൽ അധികകാലം നിലനിൽക്കുന്ന വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പിന്നെ പത്രത്തിൽ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ നേരത്തെ എന്നെ പറ്റി അവിടെ പറയുന്ന സമയത്ത് കേട്ടു എന്നുള്ള അടിയന്തരാവസ്ഥയിലത്തെ കാലത്തെയാണ്. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരയുടെ അടിയന്തരം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് കോൺഗ്രസിലെ ഒരു റാഡിക്കൽ ഗ്രൂപ്പ് പരിവർത്തനവാദികൾ നടത്തിയിരുന്ന നിർണയം എന്നൊരു പത്രത്തിൽ ഞാൻ അതിന്റെ ഭാഗമായി ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയും അതിനെ തുടർന്ന് ആഫീസിൽ വന്ന് എൻ്റെ കൈയക്ഷരമാണോ നോക്കി അറസ്റ്റ് ചെയ്യുകയും ഞങ്ങളെ കുറ്റവിചാരണ ചെയ്യുകയും 2 മാസ തടവിന് ശേഷം കോടതി വിടുകയുമാണ് ചെയ്തത്. കാരണം അത് ഈ നിയമം, ചട്ടങ്ങൾ ആഭ്യന്തര സുരക്ഷിതത്വത്തിനും കൂടി ബാധകമാക്കിക്കൊണ്ടുള്ള നിയമ ഭേദഗതി വരുന്നതിന് മുമ്പാണ് ഇന്ത്യയിൽ ആദ്യത്തെ ലഘുലേഖയായി രാത്രി ഞാൻ ഇരുന്ന് എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട് അത് പ്രസിദ്ധീകരിച്ചത്. പക്ഷെ ആ നിയമത്തിൽ തന്നെ ഇത് ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പാണ് ഈ വിവാദ വിഷയമായ ലഘുലേഖ പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ലേഖനം പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ അത് തന്നെ ഒരു സാധുവായ പരിരക്ഷയായിരിക്കുന്നു. നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്. അത് ഞാൻ ജയിലിൽ കിടന്ന് വെറുതെ പുസ്തകം മേടിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്. പക്ഷെ ആ വകുപ്പ് പ്രകാരം തന്നെയാണ് ഞങ്ങളെ വിട്ടത്. പക്ഷെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ എലിസബത്ത് കുരുവിള എന്ന് പറഞ്ഞ MK കരുണാകരന്റെ കേസിൽ CBIക്കെതിരായി രൂക്ഷമായ വിമർശനം നടത്തിയ ധീരയായ ഒരു മജിസ്ട്രേറ്റ് ഒരു സ്ത്രീയായിരുന്നു. അവർ പിന്നീട് കുറച്ചു കാലം ഹൈക്കോടതി പ്രാക്ടീസ്. അവരല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പോലീസ് പറയുന്ന ആളുകളെല്ലാം ശിക്ഷിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ ശിക്ഷിച്ചുകൊണ്ട് ഞാൻ 2 മാസം ജയിലിൽ കിടന്നതിന് അപ്പുറം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ ശിക്ഷിക്കാൻ കാത്തു നിന്നിരുന്ന എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വക്കീൽ ഉൾപ്പെടെയുണ്ട്. അദ്ദേഹത്തിന്റെ സന്നദ്ധ ഉൾപ്പെടെ പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതേതായാലും ഉണ്ടായില്ല. എങ്ങനെയായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മാറിയതിന് ശേഷമാണ് ഒരു
സജീവ പത്രപ്രവർത്തനം വീണ്ടും വന്നത്. VPR വന്നപ്പോഴും VPR ചില സ്പെഷ്യൽ സ്റ്റോറിയുടെ ചുമതലയെല്ലാം ഏൽപ്പിക്കുകയും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന്റെ ചുമതലയും വഹിക്കേണ്ടി വന്നു, സ്വയവും ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഭൂപരിഷ്ഠ നിയമം കേരളത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനും ഇമ്മീഡിയറ്റ് ബോസ് എന്ന് പറയാവുന്ന ആളുമായിരുന്ന വേണുഗോപാലൻ പറഞ്ഞിട്ടാണ് എന്നെ ആ ചുമതല VPR എൻ്റെ തലയിൽ വെച്ച്. അങ്ങനെയാണ് ഞാൻ പിന്നീട് നിർദ്ദേശം തന്നെ വെക്കാറില്ല. നിർദ്ദേശം വെച്ചാൽ നമ്മുടെ തലയിൽ വരും. അങ്ങനെ ഉള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ പിന്നീട് വലിയ നിർദ്ദേശമൊന്നും വെക്കാൻ പോയില്ല. എങ്കിലും ഈ ഭൂപരിഷ്ഠ നിയമത്തെക്കുറിച്ച് ഒരു പഠനം ആദ്യമായി ഗൗരവത്തിൽ പഠനം ഒരു പത്രത്തിൽ നടത്തിയെന്ന് പറഞ്ഞത് 10ാം കൊല്ലമാണ്. അത് VPR ഉള്ളപ്പോഴാണ്. അത് എനിക്ക് തൃപ്തികരമായി ചെയ്തതാണ്. പക്ഷെ അതുമായി എൻ്റെ സുഹൃത്തുക്കൾ വളരെയധികം ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അത് പോരാ എന്നാണ്. ഞാൻ ഭൂപരിഷ്കരണം പൊതുവെ പരാജയമാണ് കേരളത്തിൽ എന്നുള്ള എൻ്റെ നിഗമനത്തെ അനുമോദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് വളരെ ഗൗരവത്തിൽ ഉള്ള ആൾക്കാർ, പി രാധാകൃഷ്ണനെ പോലെ ഈ പ്രശ്നം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ചെന്നൈയിലെ രാധാകൃഷ്ണനെ പോലെയുള്ളവർ എനിക്ക് കത്തയക്കുകയും അനുമോദിച്ച് കത്തയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവര് എൻ്റെ വീക്ഷണം ശരിയാണ്. അതായത് യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഗുണം കിട്ടാത്ത പുതിയ ഒരു ജന്മിമാരെ ഉണ്ടാക്കിയ ഒരു ആധുനിക മുതലാളിത്തത്തിൽ ചിന്തിക്കുന്ന ജന്മിമാര് എവിടെയാണ് സ്ഥലം തന്നെ അറിയാതെ വരമ്പത്ത് പോലാത്തവരാണ്. ഇവരാണെങ്കിൽ വരമ്പത്ത് നടക്കുന്ന ഒരു തരം മാനേജർമാരെ മുതലാളികളാക്കുന്ന അല്ലാതെ കാര്യമായ ഗുണം അത് ഉണ്ടായില്ല. ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ്, അതായത് ഭൂമി ശിഥിലീകരിച്ചു പോവുകയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ നിഗമനം. അതിപ്പോ വിദഗ്ധരായ ആളുകൾ അത് സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല പട്ടികജാതി പട്ടികവർഗക്കാരോട് ഇത് വഞ്ചനയാണ് കാണിച്ചതെന്നായിരുന്നു എൻ്റെ നിഗമനം. ഇപ്പൊ അവരിൽ നിന്ന് തന്നെ ആ ആരോപണങ്ങൾ വന്നു. എനിക്ക് മാതൃഭൂമിയിൽ ഞാൻ ജോലി ചെയ്ത കാലത്ത് തൃപ്തികരമായ ഒരു പരമ്പര എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ഭൂപരിഷ്ഠ നിയമത്തെക്കുറിച്ചുള്ള ഒരു പഠനം 10ാം കൊല്ലം നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്. പിന്നെ ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച്, കേരളത്തിൽ ജയിൽ പരിഷ്കരണം എന്ന് പറഞ്ഞ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജയിലിൽ എന്തോ ഒരു ഭീകരാവസ്ഥയാണെന്ന് ഉത്തരേന്ത്യയിലെ ചില കണ്ണുകുത്തലും തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെയും അത് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് VPR അത് എന്നെ ചുമതലപ്പെടുത്തിയത്. പക്ഷെ ശരിയല്ല. കേരളത്തിലെ ജയിലിൽ ഈ പറഞ്ഞ പീഡനം ഇല്ല. ആഴ്ചയിൽ ഒരിക്കൽ മീനും ഇറച്ചിയൊക്കെ വീട്ടിലില്ലാത്തവന് പോലും ജയിലിൽ കിടക്കുമ്പോൾ കിട്ടും. ഇതൊരിക്കൽ ഞാൻ ജയിലർമാരുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ സാറേ ഇതൊന്ന് കയറി പ്രസംഗിക്കണം തന്നെ അന്നത്തെ ജയിലിനൊപ്പം എൻ്റെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറയുകയും ചെയ്തു. അത് സുബ്രഹ്മണ്യം പോറ്റിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗമാണ്. ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോയില്ല. കാരണം പത്രക്കാരൻ അങ്ങനെ കയറി പ്രസംഗിക്കേണ്ട കാര്യത്തിൽ വേണമെങ്കിൽ എഴുതിയാൽ മതി എന്നുള്ള ഒരു വീക്ഷണമാണ് ഞാൻ അങ്ങനെ പുലർത്തിയിരുന്നത്. അതുകൊണ്ട് അധികം പ്രസംഗിക്കാനൊന്നും പോകാറില്ല. അങ്ങനെയാണ്. അപ്പം പത്രപ്രവർത്തനത്തിൽ ഒരു വലിയ സംഭാവന ചെയ്തു എന്നൊക്കെ പറയുന്നതിലൊന്നും അർത്ഥമില്ലെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. മാതൃഭൂമിയിലത്തെ ജോലിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ കൈക്ക് വിലങ്ങ് വെച്ചു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥയിൽ. അത് എങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള ജോലിയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നക്സലൈറ്റ് ആയൊരു അങ്ങനെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോയവരല്ലാതെ വെറും പത്രപ്രവർത്തനം നടത്തി എന്നുള്ളത് കൊണ്ട് കൈക്ക് വിലങ്ങ് വെക്കപ്പെട്ട എൻ്റെ അറിവിൽ ഒരാൾ ഞാനാണ്. അതിലെനിക്ക് കുറച്ച് അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ദുരഭിമാനമല്ല, അഭിമാനമായിരുന്നു. പക്ഷെ പിന്നീട് അതെനിക്ക് ഇല്ലാതെയായത് ഞാൻ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ്സിൽ അടിയന്തരാവസ്ഥയെ പറ്റി അവർ ഇങ്ങനെ ചോദിച്ചപ്പോൾ അടിയന്തരാവസ്ഥയിൽ പ്രധാനമായൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് അന്നത്തെ പിന്നീട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മന്ത്രിയായി വന്ന അദ്വാനിയാണ്. അതായത് അവരോട് കുനിയാൻ പറഞ്ഞപ്പോഴേക്കും അവർ മുട്ടിലെഴഞ്ഞു എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. അത് മിക്കവാറും പുതിയ തലമുറ കേട്ടിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ ഇതിനെപ്പറ്റി എതിർത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പോലും ഇല്ല എന്ന് അവർ തറപ്പിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ അവരോട് പറയാൻ പറഞ്ഞ ഞാനുണ്ടെന്ന് ഞാൻ പറയാൻ പോയില്ല. കാരണം അതിലേറ്റവും രസകരമായ കാര്യം അത് അറിയണമെന്ന് താല്പര്യമുള്ളവർ പോലും ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏതാണ്ട് അടിയന്തരാവസ്ഥ പോലെയാണെന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ്. കാരണം അന്ന് ഭരണഘടനാ പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം, ശിക്ഷ അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വേണ്ടി വന്ന അങ്ങനെ ഒരു ശിക്ഷയൊന്നും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടെന്നുള്ള അഭിപ്രായമില്ല. പോലീസ് റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് പക്ഷപാതപരമായി കുറെ കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്നല്ലാതെ വലിയൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സം വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ആളെ ആശ്രയിച്ചായിരിക്കും. ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാൻ മുതലാളിമാർ ചെയ്യുന്നുണ്ടാവില്ല പേടിച്ചിട്ട്.
കാരണം പരസ്യം കിട്ടാതെ വരുന്നു. മൊത്തം പത്രങ്ങളുടെ ഒരു ദുർബല കാലഘട്ടമാണിത്. പഴയ പോലെ അച്ചടി മാധ്യമങ്ങൾക്ക് ഇനിയൊരു പുനരുജ്ജീവനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. രാജേട്ട, ഒരു കാര്യം കൂടെ ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാവും. രാജേട്ടൻ്റെ ഒരു നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ രാജേട്ടൻ പണ്ട് പറയുകയുണ്ടായി, ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ലീഗൽ കറസ്പോണ്ടൻ്റാണ് രാജേട്ടൻ എന്ന്. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ടാ. ഈ ലീഗൽ കറസ്പോണ്ടന്റ് എന്നൊരു തസ്തിക വേജ് ബോർഡിൽ ഇല്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ കോടതി ലേഖകനും നിയമ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഖകനായിരുന്നു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് പ്രധാനമായി ചെയ്തിരുന്നത്. അപ്പോ ജേർണലിസ്റ്റ് യൂണിയന്റെ ഡിമാൻഡിൽ അത് എനിക്കാണെങ്കിൽ തരാൻ തയ്യാറായിരുന്നു. അപ്പൊ എനിക്ക് ആ തസ്തിക അന്നത്തെ ചീഫ് റിപ്പോർട്ടർ തസ്തികകൾ തുല്യമായിട്ട് തന്നാൽ മറ്റൊരാൾക്ക് കൂടി ഉദ്യോഗക്കയറ്റം കിട്ടും. പക്ഷെ ഏതും ജേർണലിസ്റ്റ് യൂണിയനും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ തസ്തികയിൽ കൂടി എന്നെ നിയമിക്കുകയും എനിക്ക് ശേഷം അതിനു മുമ്പോ പിമ്പോ അങ്ങനെ ഒരു തസ്തിക നിയമിച്ചിട്ടില്ല. അത് വേജ് ബോർഡിലുള്ള തസ്തികയല്ല. ഞാനായതുകൊണ്ട് മാനേജ്മെന്റ് അന്ന് തന്നതാണ്. ഒരാൾക്ക് കൂടി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി യൂണിയൻ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ കോടതി പ്രധാനമായി കേസുകളെല്ലാം മിക്കവാറും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ അന്ന് ബാക്കി പത്രങ്ങൾക്ക് ലേഖകന്മാരെ ഉണ്ടായിരുന്നില്ലേ? കോടതിയിൽ വന്നിരുന്ന ലേഖകന്മാരുണ്ട്. അവർ ലീഗൽ കറസ്പോണ്ടന്റ് എന്നുള്ള തസ്തികയിലല്ലാന്ന് മാത്രം. കോടതി അസൈൻമെന്റിൽ പല അസൈൻമെന്റ് ഉള്ള പോലെ കോടതി അസൈൻമെന്റിൽ വന്നിരുന്ന ലേഖകന്മാരുണ്ട്. ജെയിംസിനെ പോലെയുള്ള ദീർഘകാലം കോടതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുണ്ടായിരുന്നു കേരള ടൈംസിൽ ജെയിംസ്. അപ്പൊ ഇനി ചർച്ചയുടെ സമയത്താണോ ബാക്കി പറയുക? കാര്യം എം ഡി നാലപ്പാടിന്റെ കാലത്തെ പിന്നെ രാജേട്ടന്റെ അനുഭവങ്ങള്, രാജേട്ടന്റെ പുറത്തുപോക്ക് സമരങ്ങൾ, അല്ല നമുക്ക് ഒരു ചർച്ച എന്നപ്പോ ആ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, കാര്യം ഒരു ബയോഗ്രഫിക്കൽ ആണല്ലോ ആദ്യത്തെ. അപ്പൊ എം ഡി നാലപ്പാടിന്റെ കാലത്ത് രാജേട്ടൻ തിരുവനന്തപുരത്ത് അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു. നാലപ്പാടിന്റെ മുഖ്യ ഉപദേശകരിൽ ഒരാളായിരുന്നു. ഈ അന്വേഷണാത്മക പരമ്പരകൾ മുഴുവനും രാജേട്ടന്റെ കയ്യിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആ കാലഘട്ടത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അതായത് ആദ്യം മാതൃഭൂമി കൊച്ചി എഡിഷൻ തുടങ്ങുന്ന കാലത്ത് പ്രചാരത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയതിനു ശേഷം ഈ വളർച്ചാ നിരക്ക് മനോരമ, പ്രധാനമായ എതിരാളി പത്രം എന്ന് പറയുന്നത്, എതിരാളിയല്ല, പ്രധാനമായ അവരുടെ ഒരു പത്രങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന മനോരമയെ ആദ്യമായിട്ട് കടത്തിവെട്ടി ആ വളർച്ചാ നിരക്കിൽ നാലപ്പാടിന്റെ കാലത്താണ്. അതിന്റെ കാരണം അന്ന് അഗ്രസീവ് ജേർണലിസം എന്ന രീതിയിൽ ഒരു കടന്നു കയറിയുള്ള അഴിമതി തുടങ്ങിയവ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നാലപ്പാട് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നു. യുവാക്കളായി അന്ന് ചേർന്നിരുന്ന ഘോഷ്, എം ജി രാധാകൃഷ്ണൻ, നിർമ്മല, അങ്ങനെ എല്ലാവരും, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംഘടിച്ച് അതിനെ അനുകൂലിച്ച് ഞാൻ അതിനൊരു ഗൈഡൻസ് ആയിരുന്നു പ്രധാനമായിട്ട്. ഉദാഹരണത്തിന് ശേഖരനെ മാലി ദ്വീപിലയച്ച് ഈ കള്ളക്കടത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അത് നിയോഗിക്കപ്പെട്ടത് ഞാനാണ്. ആ ഐഡിയ പറഞ്ഞതും. കാരണം എനിക്ക് വന്നിട്ട് ഞാൻ അന്ന് ഈ എഡിറ്റോറിയലില് ലെറ്റേഴ്സ് ആയിട്ട് കൈകാര്യം ചെയ്തിരുന്നതും കൂടി ഞാനാണ്. അപ്പൊ എനിക്ക് ആളുകളുടെ കത്തുകളിൽ നിന്ന് ഇത് ആളുകൾക്ക് വളരെയധികം ദ്രോഹം ചെയ്യുന്ന വളരെയധികം താല്പര്യമുള്ള ആളുകളാണെന്നുള്ളതുകൊണ്ട് അതിനെ നിങ്ങൾ പ്രത്യേകമായിട്ട് ആരെ അറിയിക്കുക. എനിക്കും സത്യനും നാലപ്പാടിനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പിന്നെ പാസ്പോർട്ടുള്ള ശേഖരനെ നിയോഗിച്ചത്. അപ്പോൾ അത് മാലി ദ്വീപിൽ പോയി ഈ ഉദ്യോഗസ്ഥന്മാരെങ്ങനെ, അങ്ങനെയാണ് ഡിങ്കോൾഫി എന്നുള്ള ആ വാക്കൊക്കെ പത്രത്തിൽ വരുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന അത് ആ തലക്കെട്ടും ഇപ്പൊ എല്ലാവരും അത് ഉപയോഗിച്ചു തുടങ്ങി. അതായത് ഈ കസ്റ്റംസുകാർ ചെയ്യുന്ന അഴിമതി, അത് മാതൃഭൂമിയുടെ അന്നത്തെ തലക്കെട്ടാണ്. അത് ഞാൻ കൊടുത്തതാണ്. അത് ചെയ്ത ആൾ ശേഖരനാണ്. അത് വമ്പിച്ച തോതിൽ മാതൃഭൂമിക്ക് ഒരു ഗൾഫിലും പോയി ജോലി നോക്കിയിരുന്ന ആളുകളുടെ ഇടയിലും ഒരു വളരെയധികം നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് ഈ അഴിമതി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് പുതിയ യുവാക്കളായിട്ടുള്ള പത്രപ്രവർത്തകർ അതിൽ സഹകരിക്കുകയും അതിന് മുൻതൂക്കം കൊടുക്കുകയും ഒരുതരം അഗ്രസീവ് ജേർണലിസം അന്ന് നാലപ്പാടിന്റെ കാലത്തുണ്ടായി. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആ വളർച്ചയ്ക്ക് ശേഷം നാലപ്പാടിന്റെ കാലത്ത് ഉണ്ടായ വളർച്ചയ്ക്ക് നാലപ്പാട് അതിനുള്ള സ്വാതന്ത്ര്യ പത്രപ്രവർത്തകർക്ക് കൊടുത്തിരുന്നു. മിക്കവാറും ഈ സ്പെഷ്യൽ സ്റ്റോറീസിന്റെ ഗൈഡൻസ് കൊടുക്കേണ്ട ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത്.
അല്ലാത്ത ഞാനുമായി നേരിട്ട് ബന്ധപ്പെടാത്ത സത്യവ്രതൻ ആണ് ന്യൂസ് കോർഡിനേറ്റർ ആയിരുന്നു ആദ്യവും ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ തന്നെയാണ് അത് പിന്നെ ന്യൂസ് എഡിറ്റർ വേണുഗോപാലിന് ഞങ്ങൾ സമ്പൂർണ്ണമായ ഒരു പിന്തുണയും അതിന് കിട്ടിയിരുന്നു. അത് ആ കാലത്ത് പ്രചാരം വർദ്ധിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലൊരു കാലം, പുഷ്കലമായ വളർച്ചയിൽ ഒരു പുഷ്കലമായ കാലം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. മാതൃഭൂമിയിൽ നിന്നുള്ള പുറത്തുപോക്കലിന്റെ സാഹചര്യം കൂടി. മാതൃഭൂമിയിൽ നിന്ന് പുറത്തു പോക്കുന്നത് താങ്കൾ പറഞ്ഞത് നന്നായി. സാധാരണ ആൾക്കാർ എന്നോട് ചോദിക്കാൻ മാതൃഭൂമിയിൽ നിന്ന് വിട്ട് എന്നാണ്, അല്ല പിരിച്ചുവിട്ടതാണ്. അതായത് പിരിച്ചുവിടാൻ കാരണം ഞാൻ ഈ എഡിറ്റോറിയൽ അധികാരങ്ങൾ പത്രാധിപരുടെ വിഭജിച്ച് മറ്റൊരു ഡയറക്ടറെ ഏൽപ്പിച്ചു. പ്രൊമോഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയ അധികാരത്തോടുകൂടി. അത് പത്രപ്രവർത്തന രീതിക്ക് വിരുദ്ധമാണെന്നും പത്രസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ്, ബാഹ്യമായ ഇടപെടലിന് അതിനുവേണ്ടി തന്നെ ചെയ്തത്. കാരണം ഡയറക്ടർമാർക്ക് ഇടപെടാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് ഞാൻ പ്രസ് കൗൺസിലിൽ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ മാനേജ്മെന്റിന് എഴുതുകയും ഗൗരവപൂർവ്വം അത് പരിഗണിക്കും, താങ്കൾ ഇത്തരം പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വാണിങ്ങിന്റെ രൂപത്തിൽ, മര്യാദയ്ക്ക് തന്നെയാട്ടോ എഴുതിയത്, അല്ലാന്ന് പറയാൻ വയ്യ, പക്ഷെ ഞാനത് വാണിംഗ് ആയിട്ട് തന്നെ ചിത്രീകരിച്ചു. ഞാൻ എന്തായാലും അത് ചെയ്യും, എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി വക്കീലിനൊന്നും ഏർപ്പെടുത്താനുള്ള കാശ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് മാനേജ്മെന്റ് ലീവ് തരണം എന്ന് പറഞ്ഞ് ഞാൻ മാനേജ്മെന്റിന് എൻ്റെ കത്തയച്ചു. അവർ തന്നെ വക്കീൽമാരുടെ യോഗം ചേർന്ന് എനിക്ക് കൊടുക്കാതിരിക്കാൻ നിർത്തിയില്ല. പ്രിവിലേജ് ലീവാ ചോദിച്ചത്. എനിക്ക് 1 മാസം പ്രിവിലേജ് ലീവ് തന്നു. ഞാൻ അത് കേസ് കൊടുത്തു. ആ കേസിലുണ്ടായ വിധിയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ആധികാരികമായി പത്രപ്രവർത്തകരുടെ അധികാരം വ്യവച്ഛേദിച്ചുകൊണ്ട് നിർണയിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള വിധി. പക്ഷെ അതിന്റെ ഫലം എന്തായിരുന്നു വെച്ചാൽ മുതലാളിമാർ സ്വയം പത്രാധിപന്മാരാകുകയും തനി ദാസന്മാരെ പത്രാധിപരാക്കുകയും ചെയ്തു. മുതലാളിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പത്രാധിപർക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരവസ്ഥ ഇന്നില്ല. ഉണ്ടെന്ന് പറയുന്നത് വെറും വ്യാജമായ പ്രചരണമാണ്. അങ്ങനെയാണ് ഫലത്തിലുണ്ടായത്. പക്ഷേ ഒരു സൈദ്ധാന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായി കണക്കാക്കാം. കാരണം പത്രാധിപന്മാരുടെ അധികാരങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നും പറഞ്ഞ് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ശരിക്കു പറഞ്ഞാൽ ഒരു പത്രത്തിൽ പത്രാധിപർ വഴിയെ നടപ്പാക്കാവൂ. പത്രത്തിന്റെ ഉള്ളടക്കത്തിലെ സർവ്വ അധികാരവും പത്രാധിപർക്കായിരിക്കണം, ഇൻക്ലൂഡിങ് അഡ്വർടൈസ്മെന്റ് എന്നാണ് സൈദ്ധാന്തികമായി അതിന്റെ തത്വം. അത് എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അഡ്വർടൈസ്മെന്റ് മാനേജർമാര് ആണ് മിക്കവാറും പത്രത്തിന്റെ ഉള്ളടക്കം നിശ്ചയിക്കുന്നത് എന്ന നിലവരെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഞാനുള്ള കാലത്ത് ഒരു മാനേജീരിയൽ പ്രതിനിധി ആ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഇരിക്കാറില്ല. അതിന് കഴിവുണ്ടായിരുന്ന രാധാകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ മരിച്ചുപോയ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അതിനെ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനു വേണ്ടിയാണ് മാനേജിംഗ് ഡയറക്ടർ ഈ പരിഷ്കാരം കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായ പോലെ അന്ന് മറ്റ് യൂണിയൻ നേതാക്കൾക്ക് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് തന്നെയാണ് സത്യം. പക്ഷേ രാജേട്ടൻ അവസാനം ഈ സുപ്രീം കോടതി വരെ പോയിട്ടും ഒരു നിയമ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനൊരു ഇല്ല, ജയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം, ഞാൻ ഈ കാര്യം പറഞ്ഞ ഒരു നീണ്ട കത്തയച്ചത് ആണ് എനിക്ക് വേറെ അച്ചടക്ക നടപടി എടുക്കാൻ കാരണമായത്. ആ അച്ചടക്ക നടപടി പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ ജയിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും കോടതിയിൽ കൊടുക്കാൻ പറഞ്ഞ വിധി ഉണ്ടായി. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജിയെ ഈ വിജിലൻസിൽ റിപ്പോർട്ട് ചെയ്തു. ഞാൻ കൊടുത്ത അഴിമതി കേസ് വിജിലൻസ് അന്വേഷിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വിജിലൻസ് ഉദ്യോഗസ്ഥനെ കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ എൻ്റെ കേസ് കേട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ മനുഷ്യാവകാശ കമ്മീഷനാക്കി മാറ്റി. 5 കൊല്ലം കൂടി ചീഫ് ജസ്റ്റിസിന്റെ തസ്തികയിൽ ശമ്പളം കിട്ടുന്ന ജോലിക്ക് മാറ്റി. എന്നിട്ട് കേസ് വേറൊരു ജഡ്ജിയുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്തു. ആ ജഡ്ജി ലാവലിംഗ് കേസിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വിട്ട ജഡ്ജിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ സമയം വൈകിട്ടാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ കിടന്ന കാലത്ത് ആ ദിവസം ഇളവ് എനിക്ക് തന്നില്ല. അതല്ല ഞാൻ ഇവിടെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ മറ്റൊരു വേദിയും പറയാൻ അനുവദിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ വേദി ഞാൻ തള്ളിക്കയറി പറഞ്ഞു എന്ന് വെച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു കത്തയക്കാൻ അന്ന് അത് അച്ചടക്ക ലംഘനമാണെന്ന് പറഞ്ഞ് എന്നെ പിരിച്ചുവിട്ടത് ശരിവെച്ച കോടതി പിന്നീട് കമ്പനി നിയമം ഭേദഗതി ചെയ്ത് ഇപ്പോ ഡയറക്ടർമാരൊരു കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി വെക്കണമെന്ന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് അയക്കാം. എങ്ങനെയുണ്ട്?
പുറമെ പ്രസ് കൗൺസിലാണെങ്കിൽ എനിക്ക് 100% അനുകൂലമായി വിധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാത്ത കാര്യം. കൃത്യമായി പറഞ്ഞാൽ കോമ്പൻസേഷനെങ്കിലും തരേണ്ടതാണ്. പക്ഷെ അത് 30-35 കൊല്ലമായതുകൊണ്ട് അതെങ്ങനെ കിട്ടും കിട്ടില്ല എന്നുള്ളതൊക്കെ വലിയ തർക്കമാണ്. എങ്കിലും എനിക്കിപ്പോൾ ആരോഗ്യപരമായി മൂവ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പോയി അത് മൊത്തം രാജ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരു കുറ്റവാളിയല്ലാത്ത ആളെ ശിക്ഷിക്കുന്ന അവസരം ഉണ്ടായിട്ടുള്ളത്. എന്റെ പേരിൽ ആരോപിച്ച എല്ലാ കുറ്റവും റദ്ദാക്കപ്പെട്ടു. പക്ഷെ പിന്നെ അഴിമതി ആരോപണം ഞാൻ ഉന്നയിച്ച് റദ്ദാക്കപ്പെട്ടില്ലെങ്കിൽ കത്തെഴുതുന്നതാണ് കുറ്റം. ആ കത്തെഴുതാൻ ഒരു തസ്തിക തന്നെ ഇപ്പൊ ഉണ്ടാക്കിക്കാണ്, ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ്. രാജേട്ടന് പിന്നെ ഗ്രാറ്റുവിറ്റി പോലും കിട്ടിയില്ല അല്ലേ? അറിയേണ്ടതാണ്, പൊതുവെ മാധ്യമ പ്രവർത്തനം അറിയേണ്ടതാണ് തീർച്ചയായിട്ടും. എനിക്ക് ഗ്രാറ്റുവിറ്റി പോലും നിഷേധിച്ചെന്താന്ന് വെച്ചാൽ, ആർക്കും ഗ്രാറ്റുവിറ്റി ഇല്ലാത്ത കാലത്ത് ആദ്യത്തെ ഗ്രാറ്റുവിറ്റി ഏർപ്പെടുത്തിയ തൊഴിലാളി വിഭാഗം ആണ് ജേർണലിസ്റ്റുകൾ. അതിൽ ഇങ്ങനെ പിരിച്ചുവിട്ട ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാതിരിക്കാം എന്ന് വേണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷേ ആർക്കും ഇല്ലാത്ത കാലത്ത്, ഒരു തൊഴിലാളിക്കും വേറെ ഇല്ലാത്ത കാലത്ത് ഏർപ്പെടുത്തിയ ഗ്രാറ്റുവിറ്റിയാണ്. അതിൽ തന്നെ ഒരു ക്ലോസ് ഉണ്ട്. ഇനി വരാവുന്ന നിയമങ്ങളിൽ ഏതെല്ലാം കൂടുതൽ ആനുകൂല്യമാണ് ഒരു ജേർണലിസ്റ്റ് കിട്ടുക വെച്ചാൽ അതായിരിക്കും ബാധകമെന്ന്. അതൊന്നും ബാധിച്ച് കേൾക്കാനോ കേട്ടാൽ തന്നെ മനസ്സിലാക്കാനോ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ജേർണലിസ്റ്റ് യൂണിയനിലാകട്ടെ മുതലാളിമാരെ എതിർക്കേ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവനല്ലേ ശമ്പളം തരുന്നതെന്ന് നമ്മളെ സുഹൃത്തുക്കൾ ഒക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ തിയററ്റിക്കലായിട്ട് അങ്ങനെ ഉണ്ടെന്നല്ലാതെ പ്രായോഗികമായിട്ട് മാനേജ്മെന്റിലും ആ മാതൃഭൂമിയുടെ സാഹചര്യത്തിൽ പ്രത്യേകത ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ബാക്കിയുള്ള ഒരു സ്ഥലത്തും മുതലാളിമാർ തന്നെയാണ്. എല്ലാ യൂറോപ്പിലായാലും അതെ അങ്ങനെ തന്നെയാണ്. അല്ല എന്ന് ഇവിടെ പറഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും പത്രസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ ഇന്നും. അല്ല എന്ന് പറഞ്ഞ് വെറുതെ അറിയാതെ പറയണം. ഫ്രാൻസിലൊക്കെ ചെയ്തിരിക്കുന്ന ഒട്ടിയെടുത്ത് നോക്കുകയാണെങ്കിൽ പാർലമെന്റ് ഭേദമാണ് ഇന്ത്യയിലെ പത്രപ്രവർത്തന ചരിത്രം. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച പത്രപ്രവർത്തനത്തിന്റെ പാരമ്പര്യം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഗാന്ധിയൻ കാലഘട്ടം, ഗാന്ധിയൻ ഈറ എന്നാണ് നമ്മളെ ജേർണലിസ്റ്റ് ചരിത്രത്തെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ. കാരണം ആ ഈറയിൽ വന്ന എല്ലാ ആളുകളും മാതൃഭൂമി തന്നെ മാനേജിംഗ് ഡയറക്ടർക്കെതിരായി 5 ലേഖനം വഴി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രമാണ്. ആ മാധവൻ നായർക്കെതിരായിട്ട് അങ്ങനെ പേരെന്താണ്, ഉണ്ണികൃഷ്ണൻ മേനോൻ നന്ദുവറ്റിയാണ്. നമ്മുടെ MP ആയിരുന്ന ഉണ്ണികൃഷ്ണന്റെ ബന്ധുവാണ്. അങ്ങനെയൊന്നും ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് നല്ല ഓർമ്മയാണ്. ഞങ്ങൾ 85 അവിടെ ജോയിൻ ചെയ്യുമ്പം രാജേട്ടനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടി. കാര്യം മുണ്ട് മടക്കി കുത്തിയാണ് രാജേട്ടൻ ഓഫീസിൽ വന്നിട്ടിരുന്നത്. മുണ്ട് മടക്കി കുത്തി തിരുവനന്തപുരം പത്രാധിപം. അത് ഒരു ചരിത്രമാണ്. ഞാൻ മുണ്ട് മടക്കി കൊടുത്ത് നടക്കും എന്ന് ചീഫ് ജസ്റ്റിസ് വരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മുണ്ട് മഴയുള്ള രാജ്യത്തിന് മുണ്ട് മടക്കാത്ത പൊതു നടക്കാതെ പറ്റും. അല്ല, കോടതി വരാന്റെ കൂടെ ഒന്നും ഞാൻ അങ്ങനെ നടന്നിട്ടില്ല. അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയ ആരോപണങ്ങളാണ്. അത് ചിലവർ അത് കഴിഞ്ഞിട്ട് എന്നെ കുറിച്ച് പ്രശംസിക്കാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ മുണ്ടുമുടക്കി കുത്തി കോടതി വരാന്റെ കൂടെ നടന്നിട്ടൊന്നുമില്ല. മുണ്ടുമുടക്കി കുത്തി സാധാരണ നടക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇവിടെ നമ്മൾ കൂടെ പ്രവർത്തിച്ച ശ്രീ K. രാജഗോപാൽ, N. ബാലകൃഷ്ണൻ, പ്രേംചന്ദ് ഒക്കെ ഉണ്ട്. ശ്രീ MG രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത്. അപ്പൊ അന്നൊക്കെ ഈ സംവാദങ്ങൾ ഒരു ദിവസം ചർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസമൊക്കെ ഇങ്ങനെ നിരന്തരമായി ഡെസ്കിൽ ചർച്ച. അങ്ങനെ ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോ ഓർക്കുകയാണെന്ന് വെച്ചു. അതായത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചോദ്യോത്തര വേളയിൽ ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ? വളരെ സന്തോഷം രാജേട്ടൻ. നമ്മൾ സമ്പന്നമായ അനുഭവങ്ങളുടെ ഒരു ഭാഗം മാത്രമേ. അറിയാത്തൊരു കാര്യം കൂടിയുണ്ട് ചേട്ടാ, ഒരു കാര്യം കൂടി പറയാം. ശരി. അമ്മു ജോസഫിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. അതായത് 1980കളിൽ റാഡിക്കൽ ഫെമിനിസത്തെ കുറിച്ച് പരമ്പര എഴുതിയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. വാമവർഷം എന്ന പേരിൽ അവർ കണ്ടു തന്നെ കാണില്ല. കോളം അല്ലേ? ആ ഒരു കോളം. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മൾ അടുത്ത അനുഭവ സാക്ഷ്യങ്ങളിലേക്ക് കടക്കുകയാണ്. നന്ദി ശ്രീ രാജേട്ടൻ, ശ്രീ P. രാജൻ. അടുത്ത അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് ബഹുമാനപ്പെട്ട
അമ്മു അമ്മു ജോസഫിനെ ക്ഷണിക്കുന്നു. മൈക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്ന് സംസാരിക്കാം. രാജൻ സാറിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കാം, സംസാരിക്കേണ്ടി വരുമ്പോ ഓപ്പൺ Okay. ചെയ്താൽ മതിയാവും. ഓക്കെ ഓക്കെ ഓക്കെ. മാഡത്തിന്റെ വോളിയം ഇത്തിരി കുറവാണ്, അപ്പോൾ ആ ഫോൺ ഒന്ന് അടുത്ത് കുറച്ചും അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവും. Actually, it's quite close. അയ്യോ, ഇപ്പൊ ശബ്ദമില്ല. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ നല്ല ലെവലായിരുന്നു. വോളിയം കുറവാണ്. വർത്താനം പറഞ്ഞ് തുടങ്ങിയില്ലല്ലോ. ഓക്കെ സംസാരിക്കാം. ഇപ്പൊ കേക്കാവോ? കേൾക്കാമെങ്കിലും വീക്കാണല്ലേ ഹേമ? കുറച്ച് വീക്കാണ്. ഒന്ന് എക്സിറ്റ് ആയിട്ട് ലീവ് ക്വയറ്റ്ലി ഓപ്ഷനിൽ പോയിട്ട് എക്സിറ്റ് ആയിട്ട് ഒന്നുകൂടി ആ ലിങ്ക്, അതേ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് കയറാമോ? നേരത്തെ ക്ലിക്ക് ചെയ്ത വാട്സപ്പിലെ ലിങ്ക്. ഓക്കെ. സമ്മു ജോസഫ് വരട്ടെ. രാജേട്ടനെ കാണുന്നില്ലല്ലോ. രാജൻ സാർ അയ്യോ, ലീവ് ചെയ്തോ? അല്ല, ഓക്കെ. അദ്ദേഹത്തുമായിരിക്കും. ഇനി മേഡം ആ മൈക്ക് ഓൺ ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ കേക്കാവോ? ഇപ്പോഴും ആ പ്രശ്നമുണ്ടല്ലേ? കുറവാണ്, പക്ഷെ ആ സ്പീക്കറിന്റെ അടുത്ത് ഒന്ന് പിടിച്ച് സംസാരിച്ചാൽ ക്ലിയർ ആയിട്ട്. ഒരു 4 ഇഞ്ചേ ഉള്ളൂ ഞാനും ഫോണുമായിട്ട്. ഇയർഫോൺ വെച്ചിട്ടുണ്ടോ? ഇയർഫോൺ ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഇയർഫോൺ ഒന്നും ഉപയോഗിക്കില്ല. വേണ്ട, അപ്പൊ ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി. ശബ്ദ വീക്കാണ്. നമ്മൾ ആദ്യം ട്രയൽ എടുത്തപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. സംസാരിക്കുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു. മാഡം സംസാരിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഇപ്പൊ ബെറ്റർ ആണോ? കുറച്ച് അത്രയും നന്നായില്ല, പക്ഷെ കുഴപ്പമില്ല. ഇതിനേക്കാളും അടുത്ത് വെക്കാൻ എനിക്കറിയാം. ഏതായാലും സംസാരിക്കൂ, നമുക്ക് ശബ്ദം മെച്ചപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. Good evening. I would like to start by thanking the Kerala Media Academy and all those involved in this Clubhouse series, particularly Hema, for inviting me to be part of the program today. I must begin with 2 apologies. One, this is my very first experience of Clubhouse. The first time I've attended, let alone participated in a Clubhouse program. So please forgive any technical glitches from my side. ഇപ്പൊ സൗണ്ട് ശരിയാണോ? ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണ്, പക്ഷെ സൗണ്ട് ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. ലോ ടോൺ ആണ്. കുഴപ്പമില്ല. Okay. Secondly, you will have to excuse me for speaking in English, even though I am happy and proud to be a Malayali. I left the state and the country when I was 6 years old. Okay. So I never got past Onnam class in Kerala and never learned Malayalam or any other Indian language in school. So I can just about read signboards and speak grammatically incorrect Malayalam with family members and shopkeepers. I just don't have the grammar or vocabulary for anything but kitchen talk in Malayalam. So I'll proceed on the assumption that my apologies are accepted. Hema told me to start, but excuse me. Okay, you can proceed. Hema told me to start. Okay. Hema told me to start by sharing some personal information about myself and my life. Okay. During the first You have mentioned round. that you have left India at the age of 6. We can start from that. Can I just continue? Okay. Yes, ma'am. You can continue. I was born in Kerala, Todura actually, where my maternal grandparents lived in 1953. My parents were Reverend Dr. K.C. Joseph and Anna Joseph. My father did his BA in mathematics. I think he did his intermediate course in CMS College Kottayam and the degree course in the Union Christian College, Alva. But he went on to do his MA in English Literature in the Madras Christian College and his PhD in Theology in the University of Toronto in Canada. My mother did her MA Honours in English Literature at Presidency College, Madras, and she secured the first rank in the Madras Presidency and also received 2 gold medals for academic excellence. From 1942 onwards, Apachan taught English Literature in UCC Alva
and Amachi, along with some other faculty wives, got involved in reviving and serving Kristava Mahilalayam, a well-known girls' school in the area. My sisters and I have very happy memories of life in the UCC campus. I recently contributed an article for UCC's centenary publication on the subject. In 1960, Apachan was invited to set up and head a theological college in Addis Ababa, Ethiopia. Emperor Haile Selassie, who was a very devout Christian belonging to the Ethiopian Orthodox Church, was keen to ensure that their clergy was educated and well versed in theology. My father, who was both an ordained priest in the Indian Orthodox Church and had a PhD in theology, was obviously considered just the right person to make this happen. So we left for Ethiopia in September 1960, just before my 7th birthday, and lived there for 7 years. Already by then, the Ethiopian school system was almost entirely served by Syrian Christian teachers from Kerala, not just in Addis, but in towns and cities across the country. Amachi taught English in 2 different schools, becoming the head of the English department of the Empress Menon's Girls High School. My memories of life in Addis are all happy ones. The Malayali expat community there was very close-knit, and we children spent a lot of time together, especially on weekends. The well-known doctor-writer Abraham Verghese is a childhood friend from those days. I think it was while he was working on his first novel, Cutting for Stone, which was partly set in Ethiopia, that he initiated a secret Facebook group called Malayali Kids Who Grew Up in Ethiopia, which is still active. In 1967, my father took up a job as Secretary for Education in the World Council of Churches in Geneva, Switzerland. So we moved there, and that's where I completed my high school at the International School of Geneva. Although I could have continued my education there or in fact anywhere else in the world, at that point I decided that if I didn't come back to India for college, I would probably never return. And I somehow felt that it was important for me to get to know my country better than I could by just visiting once in a while. So I opted to do my BA at the Women's Christian College in what was then Madras, which I had visited earlier because my eldest sister studied there. This was in 1970. Academically, it was a bit of a come down, but I have never regretted my decision. I made lots of lasting friends and generally enjoyed life in WCC despite its ridiculous rules, and Madras despite the heat and humidity, which took some getting used to after cool Addis and cool to cold Geneva. I was editor of the college magazine in my final year, 1974, and I think that's what made me think of journalism as a career. I didn't want to do an MA straight away anyways. So my next stop was the Sophia College BK Samani Polytechnic in Bombay, where I did a 1-year postgraduate diploma in social communications media. As part of that course, I did a 1-month internship with Eve's Weekly magazine, at the end of which the then editor Gulshan Ewing offered me a job. By then, I had already decided to go to the US to work towards a degree in journalism and was applying for admission, scholarships, etc. But I thought it would be good to get some practical experience during the interim period and accepted the job. The managing director, J.C. Jain, was a shrewd employer, and I was hired as sub-editor cum reporter for Eve's Weekly and Star and Style. It all sounded very grand, but I realized too late that it was a con job. Sub-editors were paid for articles, but I wasn't, since I was also a reporter. Reporters received travel allowance, but I didn't, since I was also a sub-editor. Eve's Weekly staff were paid for articles in Star and Style, but I wasn't because I was also on the staff of Star and Style, and vice versa. Clever Mr. Jain and stupid me. But it wasn't so bad. Money went a much longer way in those days. The rupees 520 per month that I earned enabled me to pay for a single room in a working women's hostel, take the occasional taxi, eat out in restaurants once in a while, and so on. So I honestly didn't feel particularly deprived.
Most people find it hard to believe that I spent those first 6 months of my career mainly interviewing and writing about Bollywood's actors and actresses. Some newcomers, but also some stars, including Sharmila Tagore, Shami Kapoor, Vinod Khanna, Shabana Azmi, Smita Patil, Kabir Bedi, Shekhar Kapoor, and Neetu Singh. Of course, I could only interview people who could speak in English. I guess the biggest star I interviewed was Rajesh Khanna, and thereby hangs a tale which I won't tell right now. It was during this period that the emergency was declared and press censorship imposed. Magazines like Eve's Weekly and Star and Style were not directly affected. However, I do have an interesting story about my minor encounter with the chief censor of Maharashtra, who happened to have been my journalism teacher at the Sophia Polytechnic. Knowing about this connection, Mr. Jain sent me to meet him with filmy gossip columnist Devyani Chaubal's column, which was the only copy that he felt was vulnerable to censorship. I remember meeting Mr. Binod Rao in his imposing office in Mantralaya and saying, "Hello, Mr. Rao. I never thought we would meet across this particular desk," or something to that effect. In January 1976, I left for Syracuse University in the US to work towards a degree in public communications, specializing in magazine journalism. The weather in Syracuse, of course, somewhat extreme with a lot of rain and snow, but the courses at the SI Newhouse School of Public Communications were excellent, and I learned a lot about writing, editing, and other aspects of journalism. It was at Syracuse that I first encountered feminism. Journalism students were required to do courses in other more academic disciplines, and one of the courses I took was a relatively new one called, in the mid 70s, called Understanding Sex Roles or Sex Role Socialization or something along those lines. One of the books we read for that course was Women, a Feminist Perspective, edited by Joe Freeman. I still have my copy of the book, and that course was a real eye opener. In addition, possibly because of my experience with Eve's Weekly, I was quite fascinated with the then relatively new American magazine called Ms. Magazine, edited by Gloria Steinem and others. One of my journalism courses required students to spend time at an existing magazine and write a paper based on the experience. I chose Ms. and spent about a week in their New York office, going through old issues, observing and talking to staff, and interviewing Gloria Steinem and several other editors. It was an unforgettable experience. And I think that is what made me accept Mrs. Ewing's offer to me to rejoin Eve's Weekly when I got back, this time as a slightly better paid assistant editor. I think this is probably a good time for me to stop talking for now, and I can resume later if that's all right with Madam, you. you can continue because after that we can start conversations in the form of question and answers. Okay, okay, Okay. okay. Anyway, to continue my story, I returned to India from the US in March 1977 when the emergency had been lifted and the general elections held. As mentioned earlier, I was offered a job by my former boss, the longtime editor of Eve's Weekly, Gulshan Ewing, who incidentally sadly passed away due to COVID in a senior home in the UK in 2020. She invited me to join the team again, this time as assistant editor, number 2 to the editor. I promptly and happily accepted, possibly because I now had a different vision of what a contemporary women's magazine looked like or ought to. Luckily, 2 of my colleagues were not only around the same age, but had also discovered feminism or were supportive of my makeover effort. You would definitely have heard about Jyoti Punwani, and the other person initially was Ratu Kamlani, who subsequently joined Time magazine in New York.
And the second lot of my colleagues were Sharna Gandhi and Mala Vaishnav. I would be happy to go into details of what we tried and managed to achieve in Eves Weekly, but I'm not sure we have time for that. I have, of course, written about it in detail in books and elsewhere. I consider my years and work in Eves Weekly an important part of my life and career. I still have almost all copies of Eves Weekly um, from my years there, 1977 to 1981. Many people, especially media folks, are not aware of how we managed to transform a traditional women's magazine into a progressive one which acknowledged the different aspects of women's lives, interests, and concerns, introduced readers to the then new ideas about the need to change limiting assumptions about women, society, culture, and tradition, and tried to open up new horizons for our readers. I resigned from Eves Weekly in 1981 after my daughter was born. I had offered to continue in my position working partly from home and partly from the office, basically proposing flexi time and the more recent hybrid work arrangement long before they became known concepts. But the company, read my nemesis Mr. Jain, was adverse to creating a precedent. When I resigned, my editor, Mrs. Ewing, remonstrated with me, saying, "Why are you, of all people, doing this when you believe so strongly in women's right to choose?" I told her that I was choosing the only option available to me since I wanted to spend time with my baby, and the company was not open to my suggestion that I could handle the work without spending all day at the office. In the first 3 years of my daughter's life, I was a visiting lecturer in journalism in the SCM course at the Sophia College Polytechnic, and also wrote freelance, including a series of articles in Femina on the gender aspects of a range of issues, a precursor to my continued engagement with advocating the use of a gender lens while covering almost all events and issues. Later, as a single mother, I realized I returned to office-based jobs for a while. In Update, a business magazine founded by a group of journalists and others, Woman Today, a women's magazine the India Today group had planned to launch, and the Indian Post, a daily newspaper launched by the Vijaypat Singhania group, originally edited by Mr. S. Nihal Singh, who was the one who hired me. I also served as consulting editor with Suburbia, the first publication to enter the local media space in Mumbai, with good editorial content and not just ads and other promotional material. And of course, in between, I continued teaching journalism. It was my experience with the editor who took over from Mr. Nihal Singh at the Indian Post that made me feel I would be better off on my own. At the Post, I was the editor of the Sunday magazine of the paper. Mr. Nihal Singh had given me a free hand to conceptualize and produce the features section quite independently. We had a mix of articles and features covering a range of subject areas, from politics to social trends and human relationships, the arts and literature to science and humor. The new editor wanted to make it all about fun, food, fashion, film stars, and the like. Thanks to him, I saw the writing on the media wall early on. In the mid to late 1980s, at a time that predated the broadloidization of newspapers, the features sections were the first to be targeted in terms of catering to what was assumed to be the market. I decided I didn't want to be working from morning to evening doing something I didn't believe in or enjoy. That's when I made up my mind to become a professional freelancer or independent journalist. By the way, I was the first to use the latter description in response to the common assumption that freelancers just dabble in writing the occasional middle and so on. It was not an easy decision to make, especially for the single mother that I was at that time.
but I was inexplicably confident that there would always be work for a person who is sincere, hardworking, and committed to quality. I suppose I agreed with African American writer Alice Walker that you can't keep a good woman down. Although I do recognize, of course, that there are plenty of good women who face obstacles that are difficult to deal with, if not insurmountable. I also decided at this time to move from Bombay to Bangalore, another decision that many friends and well wishers thought was risky, to put it mildly, at a time when Bangalore was still seen as a pensioner's paradise, hardly on the media map. I've never regretted either decision. I chose not to climb the editorial ladder. I chose instead to stick to work that interested me and that I felt was worthwhile to do. I don't have important designations or a respectable bank balance to show for it. However, I count myself lucky to have managed to do a variety of things, almost all of which has been personally and professionally fulfilling as well as meaningful. Besides contributing articles to various newspapers and magazines, including the Hindu and Deccan Herald, I've been able to work on several books as well as chapters for many books, journals, and other publications, both Indian and international. I've been an editorial consultant for a variety of publications, ranging from a wallpaper for street and working children to the academic international journal, Feminist Media Studies. I've contributed towards a number of UNESCO initiatives and publications, as well as publications by other international organizations, including the International Federation of Journalists. As my introduction said, I've been involved in some international studies on different aspects of gender in media. I've attended seminars and conferences, conducted workshops both in India and overseas. In fact, one workshop I spoke at in Bhubaneswar just after the 2004 tsunami marked the beginning of my engagement with gender-related aspects of disasters, which I have since written a lot about, including in a number of books. I've also taught at various journalism schools in India during this period. I was involved in a fascinating and eye-opening group project on gender and censorship, working with women creative writers in 10 different Indian languages, including Malayalam, for a few years from 1999 onwards. A recent interesting project I was involved with was initiated by Kerala's pioneering Women in Cinema Collective, WCC, to look into the situation of women in the film industries of southern India. Again, a relatively new field for me. Not many in the profession know that I wrote a popular column for children called Spaced Out in the Hindu's Young World for 8 years in the 1990s, but under a pseudonym, Uma. I'd never written for children, and if it bombed, I didn't want it to be under my own byline, so I chose a pseudonym. I was finally publicly outed in Young World's 25th anniversary edition and also wrote about the column in the 30th anniversary edition. A collection of selected spaced out columns should be coming out as a book soon. It's got somewhat delayed by COVID. I was also among the first batch of NFI fellows and used the opportunity to write a series of articles on the adolescent girl in southern India, including Kerala. My observations about the peculiar situation of adolescent girls in Kerala at that time found their way into at least 2 books: Where the Rain is Born, Writings about Kerala by Anita Nair, and Kerala's Development Experience 2, edited by M.A. Uman. It was also during this period that I gained a better understanding of child labor in India, thanks to my work as an editorial consultant with the Concern for Working Children in Bangalore. I also began to write regularly on the news media, including the tricky issue of media regulation, when few others thought it worthwhile to pay serious attention to the subject. I began with a regular series in one of the early birds in the now burgeoning digital media scene, India Together. Before I end, I must of course mention the Network of Women in Media India, of which I am one of the founder members.
In fact, the long bottom-up process that led to the formation of the network in January 2022, 2002, was triggered by the interviews I had conducted with nearly 200 women journalists across the country for my book, Making News Women in Journalism, the first edition of which was published in 2000. Many of my interviewees told me that we need an organization to connect media women and address issues of common concern. And that's what set us on the journey towards the network. The NWMI is a collective endeavor, informal, decentralized, and non-hierarchical, with no structure or infrastructure, no secretariat, no office bearers, and above all, no funds. Yet it has miraculously survived and grown. I think membership is close to or maybe even over 700 now. We celebrated our 20th anniversary in 2022 with an online event over a little over 2 days. Our first physical national meeting, the 16th one since 2002, after the COVID disruptions, was held in Patna earlier this year. The next one is scheduled to be held in Mumbai in February 2024. So I think I'll stop here then, and we can have discussions later. താങ്ക് യു മാഡം. നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിലെ ചോദ്യോത്തര സമയത്ത് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം അല്ലേ? എല്ലാ ഈ പങ്കെടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കും ഈ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കണം എന്നൊരു അപേക്ഷ അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുണ്ട്. ദയവായി ഹാൻഡ് റൈസിങ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കണം. രാജേട്ടനോടും ശ്രീമതി അമ്മു ജോസഫിനോടും ചോദ്യങ്ങൾ ചോദിക്കാം. മാധ്യമ രംഗത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചർച്ചകൾ. വോളിയം കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടോ? കേൾക്കുന്നില്ലേ? വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. കുറച്ചും കൂടി ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയി കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതിൽ ഈ റൂമിലുള്ള എല്ലാ മുതിർന്ന മാധ്യമ പ്രവർത്തകരോടും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം അല്ലേ? രാജൻ സാറിന് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ചോദ്യമായിട്ട് ചോദിക്കൂ. രാജേട്ടൻ നേരത്തെ പറഞ്ഞ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആരംഭിക്കാൻ തോന്നുന്നു. കാര്യം ഈ അച്ചടി മാധ്യമം ഏറെക്കാലം നിലനിൽക്കില്ല എന്ന അദ്ദേഹത്തെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ രണ്ടുപേരോടും, രാജേട്ടനോടും ശ്രീമതി അമ്മു ജോസഫിനോടും ആ ചോദ്യം ചോദിക്കുന്നു. ഇതിൽ ആരംഭിക്കാമെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവോ? Sri Rajetan has said that the print media won't survive beyond a period. What's your opinion? What will be the future of print media or media as a whole? I think Mr. Rajan will speak first, no? Yeah. Rajan sir, mic mute ചെയ്തിരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്യണം. ഹലോ, രാജൻ സാറിന്റെ മൈക്ക് ആ ഐക്കൺ താഴെ, പേജിന്റെ താഴെ ഉള്ളതിൽ ടച്ച് ചെയ്താൽ മതി, അൺമ്യൂട്ട് ആവും. ഹലോ രാജൻ സാർ, കേൾക്കാമോ? പേജിന്റെ താഴെ മൈക്കിന്റെ ഐക്കൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അദ്ദേഹം പിന്നാലെ അതെ, after that Rajan sir will talk. Well, I certainly hope that it won't, the print media will survive, because at the moment it's only the print and digital media that are doing any kind of journalism as far as I can see. And I don't think that what we have on most of our... Sorry, there's a lot of disturbance in it.
I don't think what we have on most of our so-called news channels can be defined as news. So it's up to the print and digital media really to you know do what the news media is supposed to be doing. And to some extent, I feel that maybe I think the financial part is very difficult for digital media, and even the big um, many of the big media houses which have print media are struggling and trying to figure out exactly how to go forward, which is why I think many of them have introduced subscriptions for their digital versions, etc. But I hope that they will find a way to survive, because otherwise we are doomed. Actually, if news is going to be left to news television, especially as it is developed in India, I think we are doomed. Hello. Hello. Madam, your mic is. Oh, okay. So earlier you have mentioned about one of the dailies you have worked for a while. That was based in Mumbai. That's main content was rural reporting, something like that. Would you please elaborate upon that? Suburbia, something like that you have mentioned. Oh no, that was not rural reporting. That was a local. It was a newspaper which was meant for a particular localities in Bombay. Like those mini sort of. It was meant for. There was one for Bandra and there was one for Andheri. So where you can address local issues. I don't know if you have those in Kerala, but it was something new at that time, and it's something that seemed to have a lot of potential. But when I was there in the 80s, it was we tried to make it very interesting and bring out various aspects of the way the area was developing, and about the traditions and the localities and various things like that, which was it was quite an interesting process. What was But his name, ma'am? it was called Suburbia. Suburbia. And do you think that such types of local content, and that daily is carrying local content has a bright future? Because it is in this serial, it is somebody has pointed out that in the US and some other countries, county newspapers are being are getting prominence nowadays. Yeah, I mean, for a long time, the US has, in fact, most of except for certain national newspapers like the New York Times and Washington Post and Chicago Tribune and Los Angeles Times and all that, even when I was there in the 70s, most newspapers in the US were very local, and they hardly Mhm. covered national news or international news. Um, I mean, I think major newspapers should not become purely local, but I think there is a place for local media. But at least in Bangalore, what I see now is that most of them have degenerated into just carrying, publicity kind of stuff in exchange for ads, and that is sad, because then it doesn't serve the purpose for which it was made, which is to talk about local. I mean, especially in cities now, every area has its own peculiar problems. It has its own special history, and it has different kinds of people who live in different parts of the city, and it could actually be a very interesting forum to bring out these microcosms within cities. But I don't see any of that happening. I mean, certainly the way we had envisaged suburbia, I don't see any equivalence of that now. Ma'am, you are mentioning about a network for women in media, and I am also a member of this community. But can Mhm. you please explain the work pattern or the characteristics of this organization? How it is Yeah, working? no, I mentioned that it was envisaged as a collective. We very deliberately decided that we will not
be an organization like most others are. It is not a registered organization. It has no office bearers, and it has no infrastructure, secretariat, office bearers, or funds. We literally don't have funds, and I think that is our biggest strength. So I think it's something that continues and to exist and continues to grow, because I think partly because it is something that everybody wants and that everybody is supposed to own. There's no one person or 5 people or 10 people who are in charge. So it's we try to make it as democratic as possible, and I think that's one of the reasons why it has survived for now it's going to be 22 years. But ma'am, any organization should have some fundiness, and if there are no fundiness or some people to bring this up, what will happen? It will be No, dissolved. can we? No, we have coordinators for local networks. For example, in Kerala or Chennai or Bangalore or any, there are coordinators, but they are just coordinators. So it's not that they have any particular more decision-making powers than anybody else. Almost all our decisions, I don't know if many of you have seen that the network of women in Kerala has issued a statement today because of the ill treatment of a woman journalist by an actor who is also a political person. Have you seen that? Have you seen Yes, that? yes, yes. And that television channels have prominently carried today. Yeah. So that statements like that are done as a kind of consensus. It is circulated on our Google group and WhatsApp group. Everybody has a chance to say whether they think it's a good idea or not, to suggest changes in the way it's written, the original draft is written, and then whether people endorse it, and then only we release it. So it's something which everybody has a right to say yes or no or change or so I think that kind of thing keeps it going. I think that's everybody feels that they have a stake in it and they have a right to say what they feel, and it's not just a few decision makers at the top deciding things for everyone. ഓക്കെ, നമുക്ക് ചോദിക്കാനായിട്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് 2 പ്രമുഖ പത്രപ്രവർത്തകത്തിലുണ്ട്. ശ്രീ ജോർജ് കല്ലുവെയിലിൽ, ശ്രീ രാജേന്ദ്രൻ പുതിയടത്ത്. രണ്ടുപേരും മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കും ദയവായിട്ട്. ശ്രീ ജോർജ് കല്ലുവെയിലിൽ, ഹലോ. മൈക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓണാകും. രണ്ടുപേരുടെ മൈക്ക് ഓഫാണ്. ഞാൻ ഇപ്പോ ഒന്നും ചോദിക്കാനില്ല. ഞാൻ രാജേട്ടന്റെ സംസാരത്തിന് കേട്ടില്ല. അമ്മ ജോസഫിന്റെ കുറെ കേട്ടു, മുഴുവൻ കേട്ടില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചർച്ചയിൽ ഒത്തിരി ഇന്ന് കേട്ടെ. മറ്റുള്ളവരെ വിളിക്കൂ. രാജേട്ടന് എന്തെങ്കിലും പറയണമെന്ന് രാജേട്ടന്റെ മൈക്ക് ഓഫാണ്. രാജേട്ടനെ ഇപ്പം രാജേട്ടൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, ചോദിക്കാം. ശ്രീ ജോർജ് കല്ലുവയിൽ സംസാരിച്ചിട്ട് അദ്ദേഹത്തിനുള്ള അല്ലേ? അതെ, ജോർജ് സർ സംസാരിക്കാം. ഞാൻ ഈ ചർച്ചയുടെ കുറച്ച് ഭാഗത്ത് മാത്രം അമ്മു സംസാരിക്കുന്നതേ കേട്ടുള്ളൂ. സോറി ദാറ്റ് ഐ കെയിം ലേറ്റ്. അപ്പൊ എന്തിനെ കുറിച്ച് പറയണമെന്നൊരു ഐഡിയ തരാമെങ്കിൽ ഞാൻ ഐ വിൽ ടോക്ക് ടു ദാറ്റ്. ഒരു കാര്യം ഞാൻ അതിനിടയ്ക്ക് ഒരു ചോദ്യം കേട്ടു, അതായത് പത്രങ്ങളുടെ കാലം കഴിഞ്ഞു, അല്ലെ പ്രിന്റ് മീഡിയ തീരുന്നു എന്നൊക്കെ എടുക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പത്രങ്ങളെക്കാൾ വേഗത്തിൽ ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ കാലം കഴിയുന്നു. ഇനി കൂടുതൽ ന്യൂസ് മീഡിയ ചാനലുകൾ വൈകാതെ പൂട്ടിപ്പോകും. കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറ ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ മുന്നിൽ ഈ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ ഡൽഹിയിലൊക്കെ ഉള്ള 100 കണക്കിന് മലയാളികൾ അല്ലാത്തവരുമായി അവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദേ നെവർ വാച്ച് TV ന്യൂസ് ചാനൽസ്. ഒരു ഇംഗ്ലീഷും കാണുന്നില്ല, മലയാളവും കാണുന്നില്ല, ഹിന്ദിയും കാണുന്നില്ല. അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ന്യൂസ് കുറച്ചുകൂടെ
ഞങ്ങൾ മറ്റ് സോഴ്സസിലൂടെ, അതായത് കൂടുതലും അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ക്യാപ്സൂളുകൾ എടുത്തിട്ട് അവിടെ നിന്നാണ് അവര് ന്യൂസ്. നമ്മളെക്കാൾ നല്ല വിവരമുള്ള പിള്ളേരെ ഞാൻ കണ്ടു. സെന്റ് സ്റ്റീഫൻസിലും LSRലും ഒക്കെ പഠിക്കുന്ന, ഡൽഹിയിലെ JNUവിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ. അവരാരും റെഗുലർ TV ന്യൂസ് കാണാതായിക്കിരിക്കുന്നു. അതിനി കൂടി വരികയുള്ളൂ. അതേസമയം പത്രങ്ങൾക്ക്, പ്രിന്റ് മീഡിയക്ക് ക്വാളിറ്റി റീഡേഴ്സിന്റെ എണ്ണം കൂടുകയാണ്, നമ്പറിന്റെ കുറയുകയും ചെയ്യും. ഈ പൊതുവേ ഉള്ള വഴി കാണുന്ന എല്ലാവരും കാണുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ജെനുവിൻ ന്യൂസ്. അതാണ് അമ്മു പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത്. വളരെ പ്രിന്റ് മീഡിയ മാത്രമേ ഇന്ന് റിയൽ ഒരു ന്യൂസ് ആ ഇൻഫർമേഷൻ ഇല്ലാത്ത, അതിൽ തന്നെ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് നാഷണൽ മീഡിയയിൽ. മലയാളം മീഡിയ കമ്പാരിറ്റീവ്ലി വളരെ ബെറ്റർ ആണ്. നാഷണൽ മീഡിയ മുഴുവൻ ഈ മീഡിയ ഹൗസസ്, കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തതോടെ അവരുടെ സ്തുതിപാഠകരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, പ്രിന്റ് മീഡിയ പോലും. എങ്കിലും അതിനകത്ത് നല്ല ലേഖനങ്ങൾ ഹിന്ദുവിലായാലും, ടൈംസ് ഓഫ് ഇന്ത്യയിലായാലും, ഹിന്ദുസ്ഥാൻ ടൈംസിലായാലും, ഇന്ത്യൻ എക്സ്പ്രസിലായാലും, മറ്റ് ടെലിഗ്രാഫ് പോലുള്ള പത്രങ്ങളിലായാലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മലയാളം പൊതുവെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മലയാളം പ്രിന്റ് മീഡിയ ഇപ്പോഴും വളരെ വളരെ വൈബ്രന്റ് ആണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഡിജിറ്റൽ മീഡിയ അല്ലെ ന്യൂ ഏജ് മീഡിയ കുറെ കൂടെ മുന്നോട്ട് വരും. ഈ സോഷ്യൽ മീഡിയയ്ക്കുള്ള വിശ്വസനീയതയുടെ കുറവ് ഉള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള അക്സെപ്റ്റൻസ്, ഇപ്പം ഫേസ്ബുക്കിലൊക്കെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറയുകയും ഡിജിറ്റൽ മീഡിയയിലെ സെൻസിബിൾ ആയിട്ടുള്ള ശരിയായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്ന അവരെ ആളുകൾ അത് കണ്ടെത്തി, ചെറുപ്പക്കാർ അതിലേക്ക് പോകും. അടുത്ത തലമുറയുടെ കാലത്ത് ഇപ്പൊ ഉള്ള ഈ ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ള ഇത്രയും, അതിലൊരു 4-5 എണ്ണമായിട്ട് കുറയും. ഇപ്പൊ 10, 12, 14 ഉണ്ടെങ്കിൽ ഈ നമ്പര് ഏറ്റവും, പത്രങ്ങളൊക്കെ കൂടുതൽ ഇനി പൂട്ടിപ്പോവുക, പത്രങ്ങളാണ് കുറച്ച് പൂട്ടിപ്പോയത്, ഇനി കൂടുതൽ പൂട്ടിപ്പോകുന്നത് വേഗത്തിൽ ടെലിവിഷൻ മീഡിയ ആണെന്ന് എൻ്റെ ഇന്ത്യയിലും പുറത്തുമുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണക്കാക്കുന്നു. കാരണം അമേരിക്കയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവരാരും ഇപ്പോൾ, പണ്ടൊക്കെ ഫോക്സ് ന്യൂസും CNN ഒക്കെ കണ്ടുകൊണ്ടിരുന്നവർ ഇന്ന് അത്തരം, അവർ TV ഓൺ ചെയ്യുന്നത് വേറെ അതായത് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിന് വേണ്ടിയോ സ്പോർട്സിന് വേണ്ടിയോ ഒക്കെയാണ്. മറ്റേത് ന്യൂസിന് വേണ്ടി TV അവര് ആശ്രയിക്കുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതാണ് എനിക്കൊരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ജോർജ് പറഞ്ഞ കാര്യം തന്നെ നമ്മളെല്ലാം ഈ പരമ്പരയിൽ പങ്കെടുത്ത മിക്കവാറും എല്ലാ മാധ്യമ പ്രവർത്തകരും ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലേ ഹേമ? അതെ അതെ, എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം എല്ലാ പരമ്പരയുടെ അവസാനം ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അപ്പൊ ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം ഉത്തരം തന്നെയാണ് മിക്കവാറും ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും. പക്ഷേ ഡിജിറ്റൽ മീഡിയയുടെ ഒരു സാധ്യത, ഈ അമ്മു ജോസഫിനെ പോലെയുള്ള ആൾക്കാരും വെബ് മീഡിയയിലാണല്ലോ കൂടുതൽ ഇപ്പൊ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ റീച്ചിനെ കുറിച്ച് പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും അമ്മു പറഞ്ഞതാണ്. അതായത് ഞാൻ അതിനോട് ചോദിക്കുകയാണ്, ലെറ്റ് അമ്മു റെസ്പോണ്ട് ടു ദാറ്റ്. No, but I think we cannot ignore the fact that most of the digital media have not yet figured out a viable financial plan. It's really very difficult for them to survive. They're trying different things like membership and of course getting grants from organizations, getting paid for projects like a particular kind of reporting. Somebody funds that. They're experimenting with different ways of achieving financial sustainability, and I think that is something which we have to think seriously about if we want to continue to have media that speak truth to power and play the role that the fourth estate is supposed to be playing. And this includes mainstream so-called mainstream newspapers as well, who are, I think they realize that not many people are subscribing to the paper edition, and so they have their digital editions as well. And then but they earlier one could read their content online for free, but of late they have also made it only on subscription. And I always complain to the
the people in the Hindu, I subscribe to the physical newspaper. I still prefer reading physical newspapers. So I subscribe to all those that are published in Bangalore. But even though I subscribe to the physical edition, I can't read the digital version of the Hindu unless I subscribe to the digital edition as well. So that is, I don't know how that's going to work, but I can understand that they are trying. Also, they're trying to figure out what will work, because they need to, also be their operations also need to be self-sustaining. So I think both the press, newspapers, and digital media are still, trying different experiments to achieve financial sustainability. And I think that's something that we as professionals who are not necessarily running media enterprises also need to, figure out. I mean, we can all subscribe, or we can contribute, we can become members, we can do that. But what is our 5,000 rupees or 10,000 rupees going to achieve? They definitely need a lot more than that for even just news gathering purposes, So I think that's something that we media professionals should be thinking about, and trying to figure out how can these news media that are trying to do their duty by citizens, um, how can they be helped? I was very happy to hear from Mr. George that he doesn't think that the television will survive, and I mean, in the form that they're in now, I certainly hope they don't. I stopped watching news television about more than 10 years ago, saying that it's injurious to my health, like smoking is injurious to the health. This is injurious to my health. My blood pressure will Exactly. just go up if I watch them. So, in Kerala, I think elsewhere in the country, and most of the viewers are between 60 to 70 or 80 television viewers, something like that. Majority Television, of them. really? Yeah, that's Majority true. of them are. Actually, I was invited to Christ University to speak to some. It's a class. It was not even just a class, where they have to be there. It was some kind of club organization where they invite speakers. So the students who were there, about 100 of them, were there voluntarily. It's not that they were in class and some speaker came and they are forced to listen to them. So they came to an auditorium to listen. And when I started by asking, how many of you read newspapers? Not one hand went up. How many of you watch news television? At least primetime news or whatever. 3 hands went up, and one of them confessed that he watched Republic. So I said, well, that is not a news channel. Um, and and then I asked about digital media. Again, none of them. So I said, where do you get your information? You are obviously interested in the media, that's why you've come to this talk. Where do you get your information? And it's really scary, but I think they get it through WhatsApp and various other, I don't know where. I really don't know that whole universe, but it's really scary that they don't get it from any of the professional sources of news and information. Amo Joseph, can I add to that? Yes, please. Yeah, recently I went to a college here in Delhi University. There was students from across colleges, and on it was subject was on media. It was a panel discussion, and almost 200 students were there. The kind of response was almost the same, but we saw at least 11 people, 11 students raising hands for reading newspapers, and only 2 raised for TV, viewing TV discussions especially. And finally, what happened? I checked with how you got
all this information. Then they said, we are subscribing to the news, especially one gentleman from St. Stephen's. He told me, I'm subscribing the Hindu digital one. I'm subscribing one or two other. There is some other window which they can get the good news items, which are not propaganda items. Finally they are, and I asked many questions, and they are much more aware than us. I was so glad to hear that. Children in Delhi are aware of what is happening, what is propaganda, what is Modi is saying, what is Rahul Gandhi saying, and what's the truth in between. And I was very happy to hear that. Yeah, And that's very regarding the point which encouraging. you made on the initial discussion, which where you were saying of the financial sustainability, that problem is with everybody, every media, entire media is facing an issue right now. And I think digital media, because the expenses are much lesser, like online portals, news portals, which their expenses are much lesser than running a newspaper or a television or anything else. And therefore, I think definitely some good will sustain in this field of challenges. I think they are casually they are accessing digital media, something like that. We have a tradition in the newspapers that most of the readers are loyal readers. They are out to a particular newspaper. They read it in the morning, then right from the front page to the imprint line itself. That type of award readers are not there now in digital media. The floating readers are there, floating, I think. ഹലോ I don't പ്രദീപ് know സർ, about that രാജൻ because സാറിനോട് കയറാൻ പറ്റുമോ? ഹലോ ഹലോ പ്രദീപ് madam, സർ. madam പറയുന്നു. Madam, you can continue, madam. I think I don't know if they're only casual readers for the digital media, because I think some of the established ones also do a lot of promotion through social media. Like the editors put it out or put out links on Twitter and this and that. So I think people do pick up things from social media, but they finally end up reading from whether it's the News Minute or um, the Wire, Scroll, all those kind of publications, and there must be equivalents in different languages as well. So I don't know if it's entirely sort of accidental. I think they follow some of these editors and writers on social media, and then when they see something they post that interests them, then they probably go there and read it. At least that's the impression. I'm not a very savvy social media person, so I don't know, but I think social media probably is doing a lot to help spread the word about interesting stories that media cover. But madam, recently the Kerala High Court had used one term, telling review bombing. It is against this YouTubers who are doing negative review about films and all. So it is a dangerous situation wherein they are spreading almost non-news. Actually, it's not a realistic opinion they are telling. What do you Yeah, I mean, say about that? I think the role of influencers is a big problem. I mean, it's a really huge problem. I first of all hate the word influencers. What is this nonsense? What are they influencing? I would like to know. But anyways, that's become a popular thing. Oh, so and so is an influencer. They have some million followers, etc. But in fact, the opposite of what you said about negative reviews is what there was an article in the Hindu, either was it today or yesterday? Very interesting article. I think it was yesterday, about uh, how film critics are now really wondering what their job is, because
the film promotion has become so much of an industry, and there's so many. It's basically a PR exercise, and if a film critic writes a critical review, I mean, you can't like every film, so you sometimes you like them, or you like some things about a film, you don't like some things about the film. And in the past, film critics felt free to say what they wanted, but now there is because there is the alternative of influencers. Many of these the people who are promoting films don't really care about real film critics. So if you don't write something positive, then they don't even you're not even part of their circuit, and they don't really need mainstream media and their serious film critics, because they have all these influencers. So it works both ways, I guess. So and the influencers, obviously, to remain influencers, they give positive reviews even to bad films, and things like that also obviously is another side of the coin. That are extremely that opposite things are happening in all the major dailies and TV channels, because accepting money, they're promoting everything, isn't it? Yes, I think that is the case. That's the case. Then in that case, how can the law interfere? If you are accepting money legally, when entering into an agreement like Times of India is doing, and then promoting everything. Yeah, of course, Huh. the Times of India model is a different thing, but this article, I forget his name. It was a very interesting article which everybody who's interested in the cinema should read, because it was very serious. I mean, there are obviously critics who can be bought, but there are critics who are still trying to do what they're supposed to do. And so they are now at a disadvantage because they're trying to do the right thing, and nobody's interested in the right thing. How can we police in such a situation? Bad thing and good thing in criticism like that. It's very difficult, I think. Unless money transaction is there and some money offense is there, how can police or judicial system can interfere in No, such things? I'm not saying that police or judicial. I'd be the last person to say that police and judicial system should get involved in such things. But I think the whole business of media ethics is something that is not discussed enough nowadays in media circles. I think there is such a thing as ethics, and all these people coming out of journalism schools and all that. I mean, I'm sure they come with because most of the schools, media schools, do try to teach them ethics and things like that. But when they enter the real world, they see how it's functioning, and then they don't know what to hold on to. And I think that is something, again, that we as older media professionals need to think about. And how much discussion is there in the average newsroom about ethics? I mean, sometimes you can see, even when you're reading newspapers, you can see that something is not a genuine news item. But are the editors? We're not even talking only about Times of India, which has pioneered a new model of uh, uh, journalism, but even many other or more sort of respectable. Madam, how can they discuss in the newsroom about ethics when, since all these institutions are controlled by corporate major business groups like that? No, What's but the need for that? what is the alternative? What is the alternative? None of us, we don't discuss ethics, and therefore then there's people, there's no hope then. It's very difficult to define because situation has totally changed and a sea change has happened, and no newspaper is being run by journalists based upon their ethics, something like that. Control from outside by these corporate institutions, religious institutions. How can they think about?
Yeah, it's true, but I still think if we give up, then what's the point? ഓക്കെ ഓക്കെ. മാഡം, ശ്രീ ജോസ് കുട്ടി പനക്കൽ, മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫറാണ് ഡൽഹി, അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഓക്കെ ജോസ്, മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ഞാൻ ചർച്ച കേട്ടായിരുന്നു. ഞാൻ കുറച്ച് നാളായി ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റാതിരിക്കുകയും സമയം കിട്ടാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. നേരത്തെ എല്ലാ എല്ലാ പരമ്പരകളിലും താങ്കൾ സ്ഥിരമായി വരുമായിരുന്നല്ലോ. അതെ, എക്കോ ഉണ്ട് ആണല്ലേ? അത് എക്കോ ഉണ്ടല്ലേ? ഒരു ഇപ്പോൾ ഇല്ല, ഇപ്പോൾ എക്കോ ഇല്ല. ഓക്കെ. അതായത് ഇപ്പം നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണല്ലോ ഇത്. അതെ അതെ അതെ. ഇതൊരു നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ഇതിന്റെയും അവസാനം ഇനി പ്രിന്റ് അതിജീവിക്കുമോ എന്ന് എല്ലാ എപ്പിസോഡിന്റെ അവസാനം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീ ജോർജ് കള്ളിവയലിൽ പറഞ്ഞ ഒരു സാധനത്തിനെ വാല്യൂഡീഷൻ ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അതായത് പ്രിന്റിനേക്കാൾ വേഗം തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ചാനലുകളാണ് ഇപ്പൊ. പല ചാനലുകളും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്നുണ്ട്. അതായത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പലതിനും പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ ഇപ്പൊ പിന്നെ യൂട്യൂബ് ചാനൽസായി പലരും പുറത്തിറങ്ങുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു മീഡിയ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതൊരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഓട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് അറിയാലോ, ഒരു 15 വർഷം മുൻപ് വരെയും നമുക്ക് STD ബൂത്തുകൾ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ കാണാനുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോ നമ്മളെ STD ISD എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സാധനം നമ്മൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ ഇല്ലാത്ത സാധനമായി മാറിക്കഴിഞ്ഞു. ഒരിടത്തും ഇല്ല. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലായി. ആ STD ബൂത്തുകാർ എന്താണ് ചെയ്തത്? അവര് ഇത് സാധനം നിന്ന് പോവുകയാണ്, എല്ലാവർക്കും മൊബൈൽ ആകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവര് ഇന്റർനെറ്റ് കഫേകളായിട്ട് പലരും കൺവെർട്ട് ചെയ്തു. ആ ഇന്റർനെറ്റ് കഫേകളും നമ്മുടെ മൊബൈലിന്റെ 2G ഒക്കെ കഴിഞ്ഞ് 3G വന്നതോടെ, 2G മുതലേ നമുക്ക് ഇന്റർനെറ്റ് കിട്ടി തുടങ്ങി. വളരെ ലാഗായിട്ടാണ് കിട്ടുന്നതെങ്കിലും 3G വന്നു കഴിഞ്ഞപ്പോൾ അത് ഫാസ്റ്റായി, എല്ലാവരുടെ കയ്യിലും ഇന്റർനെറ്റ് ആയി. അപ്പൊ ഇനി അതിനും രക്ഷയില്ല എന്ന് കണ്ട് ഈ ഇന്റർനെറ്റ് കഫേകളെല്ലാം എന്തായി മാറി? DTP ഫോട്ടോസ്റ്റാറ്റ് സാധനങ്ങളായി മാറി. അതായത് ബേസ് ആയിട്ട് STD ബൂത്ത് തുടങ്ങിയ ഒരാളാണ് ഇപ്പോ DTP ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന, എന്തിനു വേണമെങ്കിൽ ചെറിയൊരു ജനസേവന കേന്ദ്രം വരെയായി അത് മാറി. അപ്പൊ ഇതൊരു അന്നത്തെ കാലത്ത് ഞാൻ STD ബൂത്ത് കൊണ്ട് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് കരുതിയിരുന്ന ഒരാൾക്ക് പിന്നീട് അത് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഈ കാലത്തിന്റെ ചേഞ്ചിനൊപ്പം ഓടിക്കൊണ്ടിരുന്നവരാണ് ഇപ്പോഴും അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം ഉദാഹരണം എടുക്കാം. റേഡിയോ ശരിക്കും ഡെഡായി പോയ ഒരു മാധ്യമമായിരുന്നു. പക്ഷെ പ്രൈവറ്റ് FM ചാനലുകൾ വന്നതോടെ അത് വീണ്ടും ആക്ടിവേറ്റ് ആയി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 100 കാറുകൾ നമ്മൾ നിരത്തിലൂടെ പോകുന്നതിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ 95 എണ്ണത്തിലും CDയോ അല്ലെങ്കിൽ പെൻഡ്രൈവിൽ കുത്തിപ്പാട്ടുകയോ ചെയ്യുന്നില്ല. എല്ലാം FM ന്നാണ് പ്ലേ ആകുന്നത്. ജോസൂടെ അതിനകത്ത് ഒരു ചെറിയ സജഷൻ എനിക്കുണ്ട്. പ്രൈവറ്റ് FM വന്നതുകൂടിയല്ല, FM വന്നതുകൂടിയാണ്. ആകാശവാണിയിലാണ് FM ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് FM വരുന്നത്. പക്ഷെ ആകാശവാണി പ്ലേ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പ്ലേ ചെയ്യുന്നത് ഇത് തന്നെയാണ്, പ്രൈവറ്റ് FMകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് കേരളത്തിലത് ഒട്ടും ശരിയല്ല. കേരളത്തിലെ പ്രൈവറ്റ് FM കടലാസിൽ മാത്രമേ ഉള്ളൂ ഏതാണ്ട്. അതെ, അതൊരു പരിധി വരെ ആകാശവാണിക്ക് റീച്ച് കൂടുതലുണ്ട്. എല്ലാവരുടെയും ആകാശവാണിയുടെ ടവറിൽ കൂടെ തന്നെയാണ് കയറി പോകുന്നത്. അതിന്റെ ഒരു പരിധി കൂടിയുണ്ട്. മറ്റൊരു കൂടെ നോക്കുകയാണെങ്കിൽ താങ്കളൊരു ആകാശവാണിക്കാരനായിരുന്നുകൊണ്ട് കൂടി ആയിരിക്കാം അതിനോട് കൂടുതൽ റിസർച്ച് ചെയ്ത് നടത്തിയിട്ടുണ്ടാവാം. പ്രൈവറ്റ് FM ചാനലുകൾ വാർത്ത കൊടുക്കുന്നതായ ഒരു സിറ്റുവേഷൻ വന്നാൽ ദൂരദർശന്റെ ഒരു സ്ഥിതി ആകാശവാണിക്ക് വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനാവുമോ? നമ്മുടെ വിഷയം അതല്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. കാര്യം ദൂരദർശൻ വളരെ പിന്നിൽ പോയതിന് പ്രധാനപ്പെട്ട കാരണം പിന്നെ അതിന് ഒറ്റ ചാനലാണത്. അത് ദേശീയ പ്രാധാന്യമുള്ളത്, പിന്നെ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കൂടി ഒരു സിംഗിൾ ചാനലായതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഈ സംസ്ഥാനങ്ങളിൽ ദൂരദർശൻ പിന്നോട്ട് പോയത്. റേഡിയോയെ സംബന്ധിച്ച് അതല്ല.
റേഡിയോ സംബന്ധിച്ച് പിന്നെ ഈ പറഞ്ഞ നാഷണൽ ചാനൽ എന്ന് പറയാവുന്ന മീഡിയം വേവ് സ്റ്റേഷൻ ഉണ്ട്, കൊച്ചി FM പോലെയുള്ള FM ചാനലുകളുണ്ട്, വളരെ പ്യൂർലി ലോക്കലായിട്ടുള്ള മഞ്ചേരി FM പോലെയുള്ള ചാനലുകൾ, അങ്ങനെ വൈവിധ്യമുണ്ട്. അതുകൊണ്ടാണ് റേഡിയോ നിലനിൽക്കുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, റേഡിയോക്ക് ഇപ്പൊ ഒരു കോമ്പറ്റീറ്റർ ഇല്ല. ആകാശവാണിയുടെ മൊണോപ്പൊളി മാത്രമാണ് ഇപ്പോൾ. അല്ല, പ്രൈവറ്റ് ചാനലും ഉണ്ട്. ഞാൻ പറഞ്ഞ പല വിധത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ. അപ്പം ഈ ഹലോ, സാർ രാജൻ സാറിന് പിന്നെ രണ്ടാമത് ഇതിൽ കയറാൻ പറ്റിയില്ല സാറിന്. രാജേട്ടന് പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു ഫ്ലാഷായിട്ട് വന്നിട്ട് ഒന്ന് തിരിച്ചു പോയി. രാജേട്ടനോടാണ് ചോദിക്കാൻ ഒത്തിരി കാര്യങ്ങളും ബാക്കിയുള്ളത്. ഒന്ന് ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഒന്നും കൂടെ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറയുമോ? കേവലതാ ഞാൻ സാറിന് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ കിട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ജോസ് കുട്ടി ഒന്ന് സമ്മപ്പ് ചെയ്യണം. അല്ല, ഇല്ലില്ല, പറഞ്ഞു വന്നിരുന്നതിന്റെ നമ്മളൊരു ഡിബേറ്റ് ചെയ്ത് പോയല്ലേ. പത്രങ്ങൾക്കുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ സ്പേസ് എങ്ങനെ ഇത്രയും കുറഞ്ഞ ഒരു സ്പേസിൽ ആൾക്കാരിലേക്ക് ആകർഷണീയമായി എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കടലാണ്. ഈ കടലിൽ നിന്ന് നമുക്കറിയാമല്ലോ, കടലിൽ പലവിധ ജീവികളുണ്ട്. അതില് നല്ലതും ചീത്തയുമായ മത്സ്യങ്ങളുണ്ട്. ആ വിഷമുള്ള മത്സ്യങ്ങളെ അരിച്ചു പെറുക്കി ഒരു വീടുകളിലേക്ക് കൊടുക്കുമ്പോൾ ഇതാണ് നല്ല മീൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ന്യൂസ് എഡിറ്റർ. അപ്പൊ ഈ വലിയ കടലിൽ നിന്നും തിരഞ്ഞെടുത്ത് നല്ല മത്സ്യങ്ങളെ മാത്രം തിരഞ്ഞ് വായനക്കാർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് വർത്തമാന പത്രങ്ങൾക്കുള്ളത്. അപ്പം ഡിജിറ്റൽ സ്പേസ് അങ്ങനെയല്ല, വലിയ ഒരു അണ്ടകടാകമാണ്. അതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ മീനുകള് ഒത്തിരി എണ്ണം വിഷമുള്ളതുണ്ട്. അതുകൊണ്ടാണ് പലരും ഈ വിഷമേറ്റ് സോഷ്യൽ മീഡിയയുടെ സ്ഥാനത്തിൽ എല്ലാ ദിവസവും എത്രയോ കേസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പരിധിവരെ ഈ ഫേസ്ബുക്ക് ഒരു കാലത്ത് ക്ലെയിം ചെയ്തിരുന്നതാണ് അവരാണ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. കാരണം ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അത്രവും ലോകത്ത് ഒരു രാജ്യത്തും പോപ്പുലേഷൻ ഇല്ല. പക്ഷെ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഫേസ്ബുക്കിൽ നിന്ന് ആൾ ഒഴിഞ്ഞു പോയി. അപ്പൊ അവർക്കൊരു പേടിയായി. അപ്പോ ഇൻസ്റ്റാഗ്രാം അതിനെ ബീറ്റ് ചെയ്യുമെന്ന് തോന്നി. ഇൻസ്റ്റാഗ്രാമിന് പേടി വന്നു. വാട്സപ്പ് അവരെ ബീറ്റ് ചെയ്യുമെന്ന്. അപ്പൊ അവരിങ്ങനെ മേടിച്ച് കൂട്ടി കയ്യിൽ നിന്ന് വിട്ടുപോകാതെ തോന്നുകയാണ്. എനിക്ക് ഇപ്പൊ ഡൽഹി വന്നതിന് ശേഷം ഞാൻ കണ്ട ഒരു മറ്റൊരു പ്രത്യേകതയാണ്, കേരളത്തിൽ നമ്മുടെ ആളുകൾ അധികം ആരും ട്വിറ്റർ ഉപയോഗിക്കാറില്ല. പക്ഷെ ഡൽഹിയില് ഒരു ഉപയോഗിക്കുന്നതില് ഫേസ്ബുക്കിനേക്കാളും ഇൻസ്റ്റാഗ്രാമിനേക്കാളും ഒക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ട്വിറ്ററാണ്. അപ്പൊ ഇങ്ങനെ അർബൻ ഓറിയന്റഡ് ആണല്ലോ മുഖ്യമായിട്ടല്ലേ. അതെ, ആൾക്കാര് അപ്പൊ ഇത് ഒന്നിന്നും വിട്ടുപോകുന്നില്ല. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാല് ഗൂഗിളാണ് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി പ്രൊവൈഡർ ആൾക്കാര്, ഗൂഗിളും ആപ്പിളും ആണ്. പക്ഷെ ഈ ഗൂഗിളിന് ഇന്നേ വരെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവരാണ് ഇതിന്റെയൊക്കെ സോഷ്യൽ മീഡിയയുടെ തലതൊട്ടപ്പന്മാർ. ഓർക്കുട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുകയും ആദ്യം തുടക്കം ആളുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തത് അവരാണ്. എന്നിട്ട് അവർക്ക് അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഗൂഗിൾ ബസ് എന്ന് പറഞ്ഞ സാധനം വന്നു, അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇതൊന്നുമില്ലാതെ വന്ന ഈ ഫേസ്ബുക്ക് ഒക്കെ വന്ന് ഹിറ്റാകുകയും ചെയ്തു. അപ്പൊ ഈ ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഒരു സാധനത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഒരു കാലത്തിന്റെ ചേഞ്ച് അനുസരിച്ചിട്ട് മാറി മാറി പോകാത്ത സ്ഥാപനങ്ങളും സംവിധാനങ്ങളും അത് തകർന്നു വീഴുക തന്നെ ചെയ്യും. പിന്നെ ഈ കാലത്ത് ചിന്തിക്കുമ്പോഴും നമുക്ക് എല്ലാത്തിനും അവരവരുടേതായ ഒരു സ്പേസ് ഏത് കാലത്തും ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇത്രയും ടെക്നോളജിയും സാധനങ്ങളും എല്ലാം വന്നിട്ടും ഇപ്പോഴും നാട്ടുംപുറത്ത് വായനശാലകളും ലൈബ്രറികളും എല്ലാം ഉണ്ട്. അവിടെ നിന്നും ആൾക്കാർ പുസ്തകം എടുത്ത് വായിക്കുന്നവരുണ്ട്. നമ്മുടെ കോളേജസിലും സ്കൂൾസിലും ഒക്കെ ലൈബ്രറി ഉണ്ട്, അവർ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എന്തിനേറെ വിരൽത്തുമ്പി കിടക്കുന്ന ഗൂഗിളിൽ നിന്ന് വേണമെങ്കിൽ അത് ഫിൽട്ടർ ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോഴും ഈ ലൈബ്രറികളൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മുടെ AI പടം വരച്ചു തരുമെങ്കിലും ഇപ്പോഴും ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ മതിലിൽ എഴുതി ജീവിക്കുന്ന ആളുകൾ പോലും ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ കാലം എല്ലാം മാറി എന്ന് നമ്മൾ പറയുമ്പോഴും, ഇതെല്ലാം ഡെഡായി പോകുന്നു എന്ന് പറയുമ്പോഴും, ഇപ്പോഴും എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് നിലവിലുണ്ട് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, വളരെ സന്തോഷം. നേരത്തെ അവിടെ ഈ പരമ്പരയിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ S കൃഷ്ണൻകുട്ടി, P പ്രേംചന്ദ്,
ഇവരെല്ലാം സംസാരിക്കാൻ അവസരം ചോദിച്ചത് നമ്മളത് ഇൻവിറ്റേഷൻ പ്രദീപ് അക്സെപ്റ്റ് ചെയ്ത് അയച്ചിരുന്നു, പക്ഷെ ആരും എത്തിയിട്ടില്ല. ശ്രീ ഷഹീം സിദ്ദിഖ് പ്രദീപ് ഞാൻ പറഞ്ഞ പറയാം. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, അച്ചടി മാധ്യമങ്ങള് ചോദ്യം ചോദിച്ചില്ലേ, അമ്മു ജോസഫിനോട് ചോദിക്കണത് കേട്ടത്. അതെ, പ്രിന്റ് മീഡിയയുടെ ഫ്യൂച്ചർ ഓഫ് പ്രിന്റ് മീഡിയ. അത് ഞാൻ എന്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ രീതിയിൽ ഒരു 5 വർഷത്തിൽ കൂടുതൽ പ്രിന്റ് മീഡിയ പോവില്ല എന്നാണ് എന്റെ നിഗമനം. കാരണം അതിന്റെ കോസ്റ്റ് മറ്റുള്ള കാര്യങ്ങള്. പിന്നെ ജോസൂട്ടി പറഞ്ഞു ഇവിടെ ട്വിറ്റർ നോക്കുന്നവർ ആരുമില്ല എന്ന്. ഞാൻ മെയിൻ സോഴ്സ് ട്വിറ്ററാണ്. ഇപ്പൊ ഇതിൽ ഉഷാ മനോഹറൊക്കെ ഇരിക്കുന്നില്ലേ, ഞാൻ ട്വിറ്ററിലെ PTI നോക്കുക, PTI നോക്കും, ANI നോക്കും, ന്യൂസ് ഏജൻസികളൊക്കെ ട്വിറ്ററിൽ നോക്കും. എല്ലാം ഒഫീഷ്യൽ അക്കൗണ്ട്സിൽ തന്നെ പോയി നോക്കുക. ഇപ്പൊ ക്രെഡിബിൾ ന്യൂസ് എവിടെയാ കിട്ടുക എന്നുള്ള നോക്കും. ജോർജ് സുഹൃത്താണ്, ദീപികയില് ഉണ്ടായിരുന്ന പഴയ സുഹൃത്താണ്, കൊച്ചിയിലുണ്ടായിരുന്നു. ജോർജ് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഹലോ ഹലോ, ഒരു ശബ്ദം എക്സ്റ്റേണൽ നോയ്സ് കേൾക്കുന്നല്ലോ അല്ലേ? ഓക്കെ, രാജേട്ടന്റെ ഒച്ച രാജേന്ദ്രന്റെ മൈക്ക് ഓഫായി പോയി. ഹലോ രാജേന്ദ്രൻ, അദ്ദേഹം പറഞ്ഞു വന്ന് പൂർത്തിയാക്കാൻ പറ്റില്ല തിരിച്ച്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഓക്കെ, പ്രേംചന്ദ് വളരെ ഈ മെസ്സേജ് വരുന്നു, നമ്മളത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം മുകളിലേക്ക് എത്തുന്നില്ല. ശ്രീ എസ് കൃഷ്ണൻകുട്ടിയും നേരത്തെ പല പ്രാവശ്യം വന്നിരുന്നു, നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഓക്കെ, ഹലോ, രാജേട്ടൻ എത്തിയിട്ടില്ല. രാജേട്ടന് ഇടയ്ക്കൊരു സാങ്കേതിക പ്രശ്നം ഉണ്ട്, അദ്ദേഹം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പി മുസ്തഫ, ഞാനേ ഞാൻ ഓഫ് ചെയ്തല്ല, കോള് വന്നപ്പോ ഓഫായി പോയി. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. കോള് വന്നപ്പോ ഓഫായതാണ്. പറയൂ, ബാക്കി പറയൂ, അത് പൂർത്തിയാക്കില്ല. അല്ല, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോൾ എടുത്തത്, അല്ലെങ്കിൽ ഞാൻ കോൾ എടുക്കില്ലായിരുന്നു. പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കായിരുന്നു. ഓക്കെ, അത് നമ്മള് അത്യാവശ്യ കാര്യല്ലേ. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് ശ്രീ എം ഷെരീഫ് എത്തിയിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കട്ടെ. ശ്രീ ഷെരീഫ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പരമ്പര സമാപിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു വിഷമം. ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിന് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ അറിയാതെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അത് തുടരണം എന്നാണ് എന്റെ അഭിപ്രായം സാർ. നന്ദി. ഷെരീഫ്, ഈ പരമ്പര സമാപിക്കുന്നു എന്നേ ഉള്ളൂ. മാധ്യമ സംബന്ധിയായിട്ടുള്ള എല്ലാ വിവിധ പരമ്പരകൾ എല്ലാ ശനിയാഴ്ചയുണ്ട്, അടുത്ത ആഴ്ച മുതലുണ്ട്. അത് മാത്രമല്ല, ഇത് ഒരു ഗ്യാപ്പിന് ശേഷം, അതായത് ഒരു 2 മാസത്തിന് ശേഷം ഇന്ത്യയിലെ തന്നെ മലയാളികളായിട്ടുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണ പരമ്പര നമ്മുടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ പരമ്പരയിൽ വരാത്ത, ഇത് ബയോഗ്രഫിക്കലായിട്ടുള്ള കാര്യം ആണ്, നമുക്കിതിന് കൂടുതൽ പ്രാധാന്യം നൽകുക. മറ്റേത് നിലപാടുകൾ, വീക്ഷണങ്ങൾ, അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പരമ്പര നമ്മൾ 2 മാസത്തിന് ശേഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഹേമലത, രാജേട്ടൻ എത്തിയിട്ടില്ലല്ലോ വീണ്ടും? ഇല്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? ഓക്കെ. ഹലോ ഓൾ, എനിക്ക് അമ്മു ജോസഫ് മാഡത്തിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്. മാം, ഇപ്പം പല പ്രമുഖ വാർത്താ ചാനലുകളും ലൈക്ക് ലോട്ട് ഓഫ് പോപ്പുലർ ഇപ്പം മാതൃഭൂമി പോലത്തെ അവരുടെ യൂട്യൂബ് ചാനലിലും അങ്ങനത്തെ ഇതിലൊക്കെ അവർ കൊടുക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ ഇറെലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഒരാൾ വൈറലായി പോയത്. എനിക്ക് 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇത് ഡു യു തിങ്ക് ഇപ്പം അവർ ഒബ്വിയസ്ലി അവരൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഡു യു തിങ്ക് ദാറ്റ് വിൽ സോർട്ട് ഓഫ് ഡിമീൻ ദ സ്റ്റേറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ, ഇതുപോലത്തെ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് ഓർഗനൈസേഷൻ ഇതുപോലത്തെ ന്യൂസ് കൊടുത്താൽ?
പിന്നെ എനിക്ക് രണ്ടാമത് ചോദിക്കാനുള്ളത്, ഇപ്പം പല ആർട്ടിക്കിൾസും ഇപ്പോൾ വായിച്ചാൽ ദ സോഴ്സ് ഓഫ് ദി ആർട്ടിക്കിൾസ് മോസ്റ്റ്ലി ഇപ്പം ഒരാൾ മരണപ്പെട്ടാൽ, ഒരു പ്രമുഖ വ്യക്തി മരണപ്പെട്ടാലൊക്കെ സോഴ്സ് ആർട്ടിക്കിൾ മോസ്റ്റ്ലി ഈസ് ലൈക്ക് ട്വിറ്റർ പോലത്തെ സംഭവങ്ങളാണ്. അതായത് ഇപ്പം എക്സ് സോ ആൻഡ് സോ പേഴ്സൺ പാസ്റ്റ് അവേ ആൻഡ് ട്വിറ്ററിൽ പല ആൾക്കാരുടെ പ്രതികരണങ്ങളും. So how do you see these things being coming from a very traditional sort of a being a very traditional media person? How do you see this? താങ്ക് യു. ഒന്ന് പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് എൻ്റെ പേര് ചെയ്യുമോ? ഷെയ്ൻ എന്നാണ്. ഇന്റർവ്യൂ. ഞാൻ ഒരു കുറേ ഓക്കെ മുമ്പേ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, നോട്ട് എനി മോർ. ബട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദ ടോപ്പിക് വിച്ച് ഇസ് വൈ ഐ കെയിം അപ്പ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ അന്നേരം Um, I'm obviously not an expert in any of this, but I think I think the rot started with the Times of India, and when it's sort of blurred the difference between the business side of newspapers and the editorial side. There used to be that Lakshman Rekha between the news function of a media house and the marketing and business things, which was whose business was it to make sure that there was enough money to run the news part of it. And the Times of India were pioneers in blurring the difference. And I don't know if you remember that many years ago, they even designated editors, assistant marketing managers, and they assisted the redesignated the marketing manager as assistant editors and all that, to just to make the point that there's nothing special about journalists. So I think that model, because of their financial success, despite all this, they really have managed to be one of the more profitable news organizations. So I think a lot of other newspapers have followed in their footsteps instead of doing the opposite. So I think that has actually contributed. I think readers have not been have noticed all this, and I think that is one of the reasons why trust in the media is at an all-time low. Many studies have shown, both internationally and here, that public trust in media has really gone down in recent years, and one can't, one is not surprised, but one can't help being saddened by this, because as we all know, I'm sure that the media have a role to play in democracies. I mean, they are called the fourth estate for a reason. So I think while we can acknowledge that, you know, ethics and all that has gone for a six, but I think we really cannot just let it be if we think media still have a role to play in democracy. So I think it is, it's an unfortunate development, but we really have to find our way out of this somehow. And unfortunately, we don't have money on our sides, but and the deep pockets are with the people who control the business side of newspapers. But I don't know. I really hope that at some point, readers. I think the only way that it will, the only way that good journalism can survive and win is if readers, viewers, whoever, vote with credible news organizations, and don't patronize the ones that are um, you know sort of diluting the role of the media as the fourth estate in a democracy. Um, and this whole thing about source, Twitter being a source and social media being a source, I think that is also, for a long time, I think serious media professionals have been concerned about the fact that the day's news, I mean, decisions about what should be featured as the day's news, particularly on television channels, has been determined by social media, and social media is not always
what trends on social media is not necessarily the most important thing that has happened that day. And if professional news organizations take their cue from social media, then that is really a problem. And I don't see a solution for all this, but I do think that these are realities that we need to face and address and continue to discuss until we can maybe, come to some kind of conclusion or solution, if not solution. So that's what I would have to say. But Mr. Rajan has joined, I think, so maybe he can. Thank you so much, ma'am. ഓക്കെ മാഡം. ഹേമലത, രാജേട്ടൻ ജോയിൻ ചെയ്തില്ലല്ലോ വീണ്ടും? രാജു സർ ഹാസ് നോട്ട് ജോയിൻഡ്. സാറിന്റെ ഫോൺ ഓഫ് ആയിരുന്നു. ഇപ്പൊ ഞാൻ വിളിച്ച് ഒന്നുകൂടി ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. We can see his icon. No, I can't see that. I can see it. I can see it. Oh, that's some connection problem maybe there. I don't think. Hello, Rajan sir, sir undo? I can see it right next to Hema. ആണോ? ഞാൻ കാണുന്നില്ല. വന്നിട്ടുണ്ട്, രാജു സർ വന്നിട്ടുണ്ട്. സാറിന് ഒരു ഇൻവൈറ്റ് അയച്ചു നോക്കാം. ഓക്കെ ഓക്കെ. സാർ ഒന്ന് അയക്കാമോ? സാറിനെ അയക്കാൻ പറ്റുള്ളൂ. അയക്കാനായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഓക്കെ ഓക്കെ. ഐ വിൽ മേക്ക് എ മോഡറേറ്റർ. ഓക്കെ. I think he has to just unmute himself. പ്രദീപ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. രാജേട്ടനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. കാണാൻ പറ്റുന്നുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹേമലത ഹേമലതയ്ക്ക് അയക്കാം. ഓക്കെ. പറ്റുന്നില്ല സാർ. ഇന്ന് അയക്കാം. ഇപ്പൊ അയക്കാൻ പറ്റും. ഞാൻ ജോർജ് കള്ളിവേലും കൂടെ ഉള്ള അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ഒരു പരമ്പരയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രത്യേകിച്ച് പ്രാദേശിക ലേഖകന്മാർ അയക്കുന്ന വാർത്തകൾ ക്യാരി ചെയ്യാൻ പത്രങ്ങൾക്ക് സമയമില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിരന്തര പരാതികൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് പരിചയമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒന്നുണ്ട് പ്രാദേശിക പത്രലേഖകർ പറഞ്ഞ വാർത്തകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ആൾക്കാർ മുഴുവൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ലോക്കലായിട്ടുള്ള ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളുള്ള സജീവമാണ്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പാണ് ആദ്യത്തെ ഫസ്റ്റ് ചോയ്സ്. വാർത്തകളായിട്ട് പത്രങ്ങളിലേക്ക് വരുന്നില്ല എന്നൊരു വലിയ ഇഷ്യൂ ഇപ്പം ഫേസ് ചെയ്യുന്നുണ്ട്. പ്രദീപ് പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. അതായത് ഇപ്പോ പ്രധാനമായിട്ടും നമ്മുടെ വാർത്തകള് അവര് വാട്സപ്പ് ഗ്രൂപ്പുകളും ലോക്കൽ ആയിട്ടുള്ള ടെലിവിഷൻ മീഡിയ നെറ്റ്വർക്കുകളുണ്ട് ചെറിയ. പിന്നെ ഒത്തിരി ഓൺലൈൻ മീഡിയകൾ ലോക്കലായിട്ടുണ്ട്. അതായത് ആ പ്രദേശത്തെ മാത്രം കേട്ടർ ചെയ്യുന്ന കാര്യമായിട്ട് അപ്പൊ അവരെ ആശ്രയിക്കേണ്ടി വരും. കാരണം പത്രങ്ങളിൽ വേണ്ടത്ര വരുന്നില്ലാത്തത് കൊണ്ടാണ് എന്നാണ് പരാതി. അതേസമയം പത്രങ്ങൾ പറയുന്നത് അവർക്ക് ഇപ്പോഴും ഈ ലോക്കൽ ന്യൂസിന്റെ ഫ്ലഡിങ് ഉണ്ട്. നമ്മുടെ ഓഫീസിലൊക്കെ അന്വേഷിക്കാറുണ്ട്. അവർക്ക് ലോക്കൽ ന്യൂസ് കൊടുക്കാൻ കഴിയുന്നത്ര കൊടുക്കാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ. അത്രയ്ക്ക് വാർത്ത വരുന്നുണ്ട് ഇപ്പോഴും. അത് വേണ്ട വിധം ഒരു ഫുൾ പേജും 1.5 പേജിനും 2 പേജും ഒക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വാർത്തകൾ. കാരണം പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ പണ്ട് വിമാനയാത്രക്കാർ കുറവായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ 15 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയി എന്ന് പറഞ്ഞ പോലെ ഈ വാർത്തകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വല്ലാതെ കൂടിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ തകർക്കുകയാണ്. അതുകൊണ്ട് പക്ഷെ മറ്റിടത്ത് വാർത്ത ഇല്ലാതാകുന്നില്ല. വാർത്തകളുടെ ഒരു നമ്പർ ആക്ടിവിറ്റീസ് കൂടി, വാർത്തകൾ കൊടുക്കുന്നവരുടെ എണ്ണം വളരെയേറെ കൂടി. അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു പ്രദേശം പ്രത്യേകിച്ച് കോട്ടയത്തെ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നത് മലയാളം തന്നെയാണ്. പക്ഷെ അത് വായിക്കാത്ത ഒരു വേറെ വിഭാഗം ആൾക്കാരുണ്ട്. മാതൃഭൂമി വരുത്തുന്നവരുണ്ട്, ദീപിക വരുത്തുന്നുണ്ട്, ദേശാഭിമാനിയുണ്ട്, മംഗളമുണ്ട്. അപ്പൊ ഇത്രയും പത്രങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഗ്രൂപ്പിന്റെ അടുത്തേക്ക് എത്തുള്ളൂ. പക്ഷെ ലോക്കലായിട്ട് വളരെ പെർമനന്റ് ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും, ആൾക്കാർ നോക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പത്രവായന ഇല്ല എന്നുള്ള പ്രശ്നവും ബാക്കി വരുന്നുണ്ട്. എല്ലാ പത്രങ്ങളിലും വന്നു കഴിഞ്ഞാൽ എത്ര പേര് വായിക്കും എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. രാവിലെ മലയാളം കണി കണ്ടു ഉണരുന്ന നന്മ എന്ന് നിന്നെ കുറിച്ച് പറഞ്ഞ പോലെ എല്ലാവരും രാവിലെ കണ്ണു തുറന്ന് നോക്കുന്നത് മൊബൈൽ ഫോണിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. അപ്പൊ ആ ലെവലിലെ ആൾക്കാർ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്വാഭാവികം. വാട്സാപ്പ് ഗ്രൂപ്പുകളോടുള്ള ഒരു അഭിനിവേശം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ
ഫ്ലഡിങ് ആകുകയാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇപ്പൊ ഞാനൊന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത് 98% കാണുന്നില്ല. അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വായിക്കാൻ പറ്റാത്ത അത്രയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തള്ളിവിടുകയാണ്. ഒരേ കാര്യങ്ങൾ തന്നെ ഒരു 20 ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അവര് കുറെ പേര് ഫോർവേഡുകൾ മാത്രമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ ഇത് വളരെ കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇപ്പോഴും അത് പ്രാപ്യമാകുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് മുഴുവൻ ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ എല്ലാ മീഡിയയും ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട്. അത് പ്രിന്റ് ആയാലും ക്വാളിറ്റിയും വിശ്വാസ്യതയും അതിന്റെ വസ്തുതാപരമായ റിപ്പോർട്ടിങ്ങിൽ ട്രൂത്ത്ഫുൾ ആയിട്ട് ഫാക്ട്സ് കൊടുക്കുന്നവര്, അത് സോഷ്യൽ മീഡിയ ആയാലും ഡിജിറ്റൽ മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും പ്രിന്റ് മീഡിയ ആയാലും എവിടെയായാലും, അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള മോഡേൺ ആയിട്ടുള്ള ഈ പുതിയ സോഷ്യൽ മീഡിയകളിൽ, അത് എവിടെയായാലും അവിടെ വിശ്വാസ്യത വന്നാൽ കുറെ കാലം അത് നിൽക്കും. ഇല്ലെങ്കിൽ ഈ ഒരു ഫ്ലഡ് വരുന്ന പോലെ വന്ന് കുറെ കാലം ആവേശം കൊള്ളിക്കും, കുറച്ച് കഴിയുമ്പോൾ അവര് തന്നെ തള്ളിക്കളയും. ഇപ്പൊ നമ്മുടെ ഈവൻ ഈ ക്ലബ് ഹൗസ് പോലുള്ളത് പോലും, ക്ലബ് ഹൗസ് തുടങ്ങിയപ്പോ ഭയങ്കര ആവേശമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അത്രയും പേര്, കുറെ പേര് അവരുടെ വ്യവസ്ഥാപിത താല്പര്യമുള്ളവരൊഴികെ ഈ ക്ലബ് ഹൗസുകളിൽ പോലും ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, സോഷ്യൽ മീഡിയകളിൽ നമ്പർ കുറഞ്ഞു വരികയാണ്, ഇൻക്ലൂഡിങ് ഫേസ്ബുക്ക്. ഹലോ സർ, രാജൻ സാർ വന്നിട്ടുണ്ട്. സാറിന്റെ അടുത്ത് സംസാരിച്ച് നമ്മളുടെ അതെ വൈകുന്നു. നമുക്ക് സുരേഷ് നെല്ലിക്കോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ചോദിക്കട്ടെ. രാജൻ സാർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ 2 അതിഥികളോടും ഓരോ ചോദ്യമുണ്ട്. ആദ്യം രാജേട്ടനോട് തന്നെയാവാം. ഈ മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാവുമ്പോൾ ആരും അവരുടെ ഭാഗം വാദിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നില്ല. ഈ മാധ്യമങ്ങളുടെ കാര്യത്തില് കോടതിയുടെ പ്രാമുഖ്യത്തെ, അവരുടെ സൂപ്രമസിയെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും കൂടി ചേർന്ന് താഴ്ത്തിക്കളയുന്നുണ്ടോ? അത് രാജേട്ടനോടാണ്. രാജൻ സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഒന്ന് മൈക്കിന്റെ ഐക്കൺ താഴെ ഉള്ളതിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഓൺ ആവും. ഈ പേജിന്റെ താഴെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. രാജൻ സർ, മൈക്ക് ഒന്ന് ഓൺ ചെയ്യാമോ? ഹലോ രാജൻ സർ, മൈക്ക് ഓൺ ചെയ്യുന്നില്ല അല്ലേ? ഫോണിലാണെങ്കിൽ അതിന്റെ ഏറ്റവും താഴ്വശത്ത് വലതുവശത്ത്. അതെ, രാജേട്ടനത് ചില സമയത്ത് അത് പറ്റും, ചില സമയത്ത് പറ്റുന്നില്ല അല്ലേ? റൈറ്റ് ഹാൻഡ് എൻഡില് താഴെ ഉണ്ട്. റൈറ്റ് സൈഡ് താഴെ ഒരു മൈക്ക് പോലെ കാണുന്ന എംബ്ലത്തിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി രാജേട്ടാ. സർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാർ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കില്ല. രാജേട്ടൻ ഒരു കാര്യം രാജേട്ടൻ പറട്ടെ. അതെ കേൾക്കണ്ടേ? രാജേട്ടൻ പറട്ടെ. മാഡം ഇതിന് ഉത്തരം പറഞ്ഞിട്ട് ആരംഭിക്കാം അല്ലേ? അതെ, ഓക്കെ. ഹലോ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കണോ അമ്മു ജോസഫിന് വേണ്ടിയിട്ട്? കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. മാഡത്തിന്റെ മൈക്ക് ഓഫ് ആണ്. മാഡം ഓക്കെ. I thought that question was for Mr. Rajan, so I didn't note it down. Okay. He will repeat, madam. You had a different question for me. Okay. ഞാൻ ഒന്നുകൂടെ പറയണോ? Normally TV anchors, reporters, social media activists, or even cartoonists are frequently being booked by authorities and no one follows up or takes it up properly. അപ്പൊ അത് ഈ മാധ്യമങ്ങളുടെ കാര്യത്തില് അവരുടെ മാധ്യമ സ്വാതന്ത്ര്യ അപകടത്തിലാവുമ്പോൾ ആരും അവരുടെ ഭാഗം വാദിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നില്ല. കുറച്ച് മാധ്യമ പ്രവർത്തകർ അതിനായിട്ട് കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഉള്ളൂ എന്നുള്ളതല്ലാതെ വേറൊന്നും കാണാറില്ല സാധാരണ. ഈ മാധ്യമങ്ങളുടെ കാര്യത്തില് കോടതിക്കൊരു പ്രാമുഖ്യമുണ്ട്. നമ്മുടെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ കോടതിയാണ് നമ്മൾ സമീപിക്കുന്നത്. അവരുടെ ആ സൂപ്രമസി ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ചേർന്നിട്ട് താഴ്ത്തിക്കളയുന്നുണ്ടോ? ഓർ ഈസ് ജുഡീഷ്യറി ബീങ് പ്രോഗ്രസീവ്ലി ഡ്വാർഫ്ഡ് ബൈ ദി എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ? I'm sure you know the answer to that.
You know, I think, I mean, it is still the last resort. But I mean, I do think what you said about media houses not always standing by their reporters and cartoonists and other people who get into trouble with the authorities, that is a very real problem, which many of our own members have faced. They are left to their own devices, even though they wrote or drew or whatever it is for a media publication, and it was published, presumably after editorial scrutiny. But in spite of that, when it comes to this long process that the law takes, almost all of them just withdraw. And then ultimately, that individual journalist or cartoonist or is left to, with whoever will support them. Like, not even unions are standing by many of these people. I mean, unions no longer, I don't know about Kerala, but in the rest of the country, journalist unions are not as effective as they used to be. Um, and so it is a real problem, and we really need to figure out. I mean, in the network, we try to at least, we don't have any money or resources, but we try to at least provide moral support to our members who are undergoing these really terrible. One of them is a Malayali actually, and many others are from other media. But this is a very real problem, and I think we really need to make media. I don't know who I mean by we anymore, but I think we as media professionals need to make it clear to media houses that we don't like this, and that we think that this is really a dereliction of duty. I mean, after all, I mean, it's not only freelancers, sometimes even staff members they abandon. So I think this is something that we all need to, sort of take up as an issue, because increasingly the media is coming under attack, as we all know. And so the number of journalists who are going to be booked for this and that and the other, and sometimes it's not even booked for some journalistic work they've done, but they're accused of being urban naxals or whatever it is. I think we have to figure out how to make media houses accountable, while at the same time I recognize that media houses are also in a bind, because they are, after all, at some level, they're also business organizations, and they are also vulnerable to CBI and ED and IT and whatever else is unleashed on them. So I think we're in a very difficult situation in the country at the moment, and I think this is something that we need to Hello, address. hello. Hello, Rajan sir ആണ് സംസാരിക്കുന്നത്. Can you hear me? Yes, sir. Yes. Right. See, are you hearing about the diffusion of ownership now? The second press commission headed by Justice K.K. Matthew had really recommended about the diffusion of ownership of papers or media with a certain amount of circulation. But you are not hearing that. Why? Because the media is connected with other business houses. Their main business is something else. The jute press, as Krishnaman said, they have got other businesses. It will be affected. So they are not interested unless the media persons. The media persons is a very generalized term. Actually, media means the owners of the media. The man who holds the purse calls the tune. It has been there. And people who say that it was all good in the earlier times, they don't know history. The French press was worse. The people who gave the slogan of what we call democracy, mm, fraternity of the press, etc., they are the worst. If you look at the history of the newspapers, ours comparatively better, because we were mostly engaged, our press was mostly engaged in freedom fight earlier. As somebody was telling, the Times of India started the game. Times of India was even when Bennett Coleman was there, Nanboria made the complaint and the Companies Act was passed.
Then the discussion was there. Now Times of India case, nobody, Bennett Coleman case is almost forgotten. And Matthew Commission is nobody even referring. Matthew Commission had made definite clear recommendations about diffusion of ownership. Why? Because the owners call the tune. Now the government also is a player. Government is a great advertiser. So can you, I am a person who is reading both Malayalam and English newspapers, and I can tell you very plainly that our government is, people in the media are more afraid of Pinarayi Vijayan and his party than Modi and others in Kerala as well as outside, because they have got a backing of even Gundas. Nobody is reporting. So I don't find anything abnormal in what Modi does, because Pinarayi Vijayan is doing the same thing because he's a small head of a small party. He's not known outside Kerala. That is the problem. Nobody will. What is happening in the corporate sector in Kerala? The worst thing. Banks are being looted, and party members are appointed. It is become almost an employment agency. The party. Everybody knows that, but nobody is bold enough. And the people are comparing with the emergency situation. No, in emergency, fundamental rights were withdrawn. And even now, after the Janata government came to power, they restored it. And nobody speaks about that. Everybody speaks that Modi government has taken up the fundamental rights from right to freedom of speech, expression, etc. It is wrong. It is still there. If you are able to fight, the question is who wants to fight? There are several organizations by name, Fourth Estate, Fifth Estate, etc. And nobody is taking up the matter seriously and continuously fighting. Where is there is a will, there is a way. The question is whether there is a will among journalists. No. How can a Malayalam journalist whose area of employment is very small fight the management and get out of the office and find a new employment? It is impossible. I have been fighting for more than 35 years. And the journalist union also were blacking out me. What can they do? Even my name in today's program will not appear. So who is asking me to make a speech in the public platform? These are things. Why should you hide truth? Unless you yourself fight for your cause, nobody else is going to come and help you. Matthew Commission, as I told you, is almost forgotten. Diffusion of ownership is not at all an issue. The Bennett Coleman case was actually initiated by an editor. Now editors who want to change their job to one newspaper to other newspaper will take the risk. No. What has happened in England? Even the famous journalist who was with Times, he was unemployed after he was thrown out. The man who wrote that magnum opus, that book on journalism, I don't remember his name now. I have been fighting it for 35 years. There was a time when my name will not appear. Even now it is so. I know that I am a persona non grata of the media, but I have by nature, I am in the habit of telling truth to their face. So I have to suffer. Everybody has to suffer. In Kerala, the Adivasi cause nobody takes up because media houses have actually encroached upon Adivasi lands, so they are not interested. The what we call the two poorest persons who have no right or who have no space access to the media, they are neglected. They are not going to get any land. They will die out in this way if things go on, because nobody will take up their cause. They have not money. They haven't got the advertisement strength among them. Not even a C-class shop is owned to buy an Adivasi or even scheduled caste person in Kerala in towns. Almost 50 municipalities are there. Not even a C-class shop is owned by them. Well, maybe one or two, not more than that. In a city like Cochin, practically no scheduled caste person owns a C-class shop even. These are facts, but we ignore. We are middle class people. We are only concerned about our own facilities being English, etc., our bonus, etc.
That is the truth. So unless somebody deliberately takes up and fights for their cause, the worst thing that has happened after independence is the high disparity. Our democracy has not been has failed to bring an egalitarian society. Even though we speak about socialism, socialism has become something as what we call an infradict to speak about. Socialism is egalitarian, bringing up or making egalitarian society. Unless the press or the people who lead the people take up their issue, who is going to argue for them? Just as the Adivasis are dying out in Kerala, these people will die out after some time unless special care is being given to them. Nobody is interested because they have no money. These are facts. And people committed to the cause of journalism. I am not a person who think that professional journalists are committed to the cause of journalism. No, they are careerists. So the owners can easily get editors, sub-editors, or news editors who can toe their line even without asking them to do. As Advani said after the emergency, they were asked only to bend and they crawled. That is the situation even now. രാജേട്ട, ഈ രാജേട്ടൻ ടൈംസ് ഓഫ് ഇന്ത്യ കേസിനെ കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു 1968 മുതൽ എമർജൻസി പീരീഡ് വരെ ടൈംസ് ഓഫ് ഇന്ത്യ വാസ് റൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലേ? ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്ത് That accusation is on the exaggeration side, because every newspaper, the Jude paper, famous statement by Krishna Menon, was directed against not Times of India but mostly against Goenka. But in independence, after the emergency, Goenka became a hero because he was able to sacrifice his advertisement and run the newspaper at least. Others were toeing the line of the government. Madhrubi was giving what I call she quoting Indira Gandhi every day and printing it in the front page. Navadaku, Paniyadaku, etc. Now, even without saying, a telephone call will do. And there are enough journalists to toe the line. ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിന്റെ പരസ്യമില്ലാതെ ഏത് പത്രം സർവൈവ് ചെയ്യും? അപ്പൊ സർവൈവ് ചെയ്യില്ല. അപ്പം ഈ പരസ്യം തരുന്നവർ ആരായാലും അവർക്ക് വേണ്ടി എഴുതും, അത് സ്വാഭാവികമല്ലേ? മാത്രമല്ല, നിയമപരമായി ഇപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക്, ബിസിനസ് ഗ്രൂപ്പുകൾക്ക്, വിദേശ നിക്ഷേപകർക്കൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും മുതൽ മുടക്കാമല്ലോ. ഇതിപ്പം നമ്മളൊരു വളരെ ഐഡിയൽ സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതായത് മാധ്യമ പ്രവർത്തകർ മനോധർമ്മം അനുസരിച്ച്, മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലം ഇനി ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരും മുതലാളിമാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതാണ് ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുകിൽ ഗവൺമെന്റിന് ചില മന്ത്രിമാരെ സേവപ്പെടുത്തക്കാര്, അതല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പലതരത്തിലുണ്ട്. ദേ ആർ ഈവൻ പെയ്ഡ് ജേർണലിസ്റ്റ്. ആ പെയ്ഡ് ന്യൂസ് നിങ്ങൾ വരുന്നില്ലേ? മീഡിയ എന്നല്ല, മീഡിയ പേഴ്സണലേ ഉള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. മീഡിയ എന്ന് പറയുന്നത് മീഡിയ പേഴ്സണൽ തന്നെയാണ്. Unless you fix responsibility on the concerned person, speaking simply about media, there is no use. Several commission reports have come, cases have come, and courts are unnecessarily interfering, even making statements without any material on record. They are giving lecture. You know, the present chairman, the person who just now retired, who was a chief justice of the Kerala High Court, he had ordered the director of vigilance organization to be impleaded in the corruption case because he gave a report saying that patent commitment of a mistake. He recommended that it is an innocent mistake. The person would have gone to jail. He is a politician. He would have lost his membership, etc. Such a serious case. The chief justice
after reading the records, immediately asked the petitioner to make him a party to the case. Within few weeks, the gentleman was appointed as the chairman of the Human Rights Commission, and the case was transferred to another judge who is famous for as a judge who decided the Lavalin case. And he disposed the case, saying that a few days delay has happened, and so it cannot be condoned, and the case cannot be entertained. This happened in my case. I am a person punished without any guilt, committing any guilt. The first complaint was against interference by bifurcation of the powers editor in the press council, which I won 110%. The second part of the letter which I wrote caused my disciplinary action against me related to the financial management side. 50% was decided in my favor, and the other 50% of writing a letter which using impertious language, etc., was found something like as a misconduct. And within 10 years, the law was amended, which provided for an authority of the board, 3-member board, with some independent directors, to whom you can make complaint. The law had to be amended because of my case. Suppose the law was there, they could not have dismissed me, because I have won the moral victory, as well as the charge against me is that I made a complaint in a letter against the managing director about his conduct, saying that the letter is defamatory or letter is somewhat impertinent or a misconduct. How can it be? Now the law is amended, giving authority, appointing an authority under the law to whom you can write letters. Even otherwise it was wrong. I am a shareholder. A shareholder under the law is empowered to make complaints of mismanagement to the company law board. If you have got 10% shares, unless you have got 10%, you can write letters and collect signatures. How can a company in which you have got more than 10,000 members collect enough membership without writing letters? These are people are afraid. Judges are afraid. Not afraid in the sense of real fear, but why should they oblige a powerless journalist when they can easily carry influence with newspaper owners? They have got they meet in Rotary Club, etc., and the relationship is all the same class. These things are there everywhere, and people are now glorifying New York Times. If you don't study properly, even now India is better. There the caucus is more strong. Suppose what the thing that has happened a few days back in America. Just a person walking into the mall, shooting random and killing 18 persons. Now he is again at large. He has not been arrested. Suppose such a thing had happened in India, and you still call them mature democracy, advanced, etc. Utter nonsense. India is far better according to me, in spite of my personal experience. Because in my case, everyone joined together. That is the legislature, judiciary, executive, media, intellectuals, then religious organizations. Everybody joined together to fight, because the other side, the beneficiary was Adivasi, whom nobody cared, except in the matter of religious conversion. They were not interested. Have you heard about Adivasi case taken up by, say, the church in Kerala? They will demand the case of encroachers, not Adivasis. Adivasi case is taken up in Manipur and other places, not in Kerala. കേരളത്തിൽ തന്നെ ഡോക്ടർ നല്ലതമ്പി തേറയാണല്ലോ നിയമയുദ്ധം ആരംഭിച്ചത്. Yes. The poor man is, nobody knows now. Nobody knows now. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് 98-ലോ അതുകൊണ്ട് അദ്ദേഹത്തെ കൊച്ചി ആകാശവാണിയിൽ വിളിച്ചിട്ട് വളരെ ലെങ്തി ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഞാനൊരു നിരാശാവാദി ആയിട്ട് പറയല്ല. ഞാൻ ഇതെല്ലാം കാര്യം കാണുന്നത്
ഒരു എക്സ്പെരിമെന്റ്സ് വിത്ത് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ തന്നെ കാണുന്നുകൊണ്ടും അല്ല, ഞാൻ ഒരു രാജേട്ടൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് സമയം ദീർഘിക്കുന്നു എങ്കിലും ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ തോന്നും. ഈ നമ്മളിപ്പോൾ എല്ലാത്തിനെയും വിമർശിക്കാം, ജുഡീഷ്യറിയെ വിമർശിക്കാം. ഒരിക്കലൊക്കെ നമ്മളൊരു കോൺട്രവേഴ്സി, അത് റേഡിയോയിൽ വന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ജസ്റ്റിസ് കൃഷ്ണയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾ യു ക്യാൻ ക്രിട്ടിസൈസ് ജുഡീഷ്യറി എക്സെപ്റ്റ് റൈസിങ് അലിഗേഷൻസ് ഓഫ് മാലിഫൈഡ് അഗൈൻസ്റ്റ് ജഡ്ജസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ആരോഗ്യകരമായ ജഡ്ജിമാരിൽ ദുരുദ്ദേശം ആരോപിക്കാത്ത, അദ്ദേഹം പറഞ്ഞ പോലെ വിമർശനങ്ങളൊന്നും ഈ വിധിന്യായങ്ങളെ കുറിച്ച് വരുന്നില്ലല്ലോ ഒരു പത്രങ്ങളിലും, കേരളത്തിലും വരുന്നില്ല, ഇല്ല. നാഷണൽ ഡെയിലീസിലും വരുന്നില്ല. കാരണം എന്താ അറിയോ, ലൈൻ ഈസ് ബോർഡർ ഈസ് വെരി വെരി തിൻ. അതായത് എവിടെയാണ് മറ്റേ ഈ നിങ്ങൾ നിയമ വിധികളെ വിമർശിക്കുന്നത് ഏതെങ്കിലും ഫേവർ ചെയ്തു എന്നുള്ള വിധത്തിലോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആണെന്നുള്ള പറയത്തിലോ ജഡ്ജി വിഡ്ഢിയാണ് എന്ന് പറയുന്നതോ. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് പറയാം ജഡ്ജി വിഡ്ഢിയാണെന്നൊന്നും എഴുതാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും എന്നൊരു വാക്ക് ഞാൻ ചേർത്തു നിൽക്കുക, കണ്ടംപ്റ്റ് വരാം. കാരണം കോടതിയെ മൊത്തം ഗ്രൂപ്പായിട്ട് കണ്ടം ചെയ്തു എന്ന് പറയാം. EMSന്റെ കേസ് അങ്ങനെ ഉണ്ടായത്. ഇപ്പൊ ആരും അങ്ങനെ വിധിക്കുന്നൊന്നുമില്ല. പക്ഷെ മൊത്തം കോടതിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ കോടതി വിമർശനത്തിലൂടെയാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനം കൊടുക്കുകയാണ്. മാത്രമല്ല ജഡ്ജസ് ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ഓൾസോ ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾ ആർക്കെങ്കിലും അറിയോ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ വിധി പ്രസ്താവിച്ച ജഡ്ജിയാണെന്നുള്ളത്? കക്ഷി ചേർക്കാൻ പറഞ്ഞ് കക്ഷി ചേർത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ച ഞാൻ കേസുമായി ചെല്ലുമ്പോൾ പുള്ളി ഇൻഫർമേഷൻ മറ്റേതായിരിക്കാണ് മനുഷ്യാവകാശം 5 കൊല്ലം ചീഫ് ജസ്റ്റിസിന്റെ എല്ലാ ആനുകൂല്യത്തോടു കൂടി പിന്നെയും കിട്ടും. പിന്നെ വെച്ചിരിക്കുന്ന ആരെ ലാവലിംഗ് കേസ് വിട്ട ആള് 32 പ്രാവശ്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി. ഇത് മോട്ടിവേറ്റഡ് ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രതിയാവും. ഫാക്ട് എഴുതാം, 30ാമത്തെ പ്രാവശ്യവും ലാവലിംഗ് കേസ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് എഴുതാം. അത് മറ്റേ ജഡ്ജും മറ്റവരും തമ്മിൽ എന്തെങ്കിലുള്ള ഒരു ഡീലിന്റെ ഭാഗമാണെന്ന് എഴുതി അത് കണ്ടപ്റ്റാണ്. അത് മാലഫൈഡ് അല്ലേ, ദുരുദ്ദേശപരമായ ജഡ്ജിയുടെ വിധി എക്സ്ട്രാ ഇൻഫ്ലുവൻസ് പ്രകാരം, അതായത് എക്സ്ട്രേനിയസ് ഇൻഫ്ലുവൻസ് പ്രകാരമാണെന്ന് എഴുതുന്നത് തെറ്റ് തന്നെയാണ്. നിയമപ്രകാരം തെറ്റ് തന്നെയാണ്. പക്ഷെ അത് എഴുതാവുന്ന കാര്യം പോലും എഴുതാറില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ രാവിലെ നമുക്ക് സമയം അല്ലേ 9:46 ആയി. ഇടയ്ക്ക് വന്നു പ്രശ്നം. രാജേട്ടന് ആദ്യ ഭാഗത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം സംറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 ഇന്ററാക്ഷനിൽ ജീവചരിത്രമല്ലേ, അതൊക്കെ എന്താണ് രാജേട്ടന് 1-2 ഇന്ററാക്ഷനിൽ രാജേട്ടന് ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളൂ ആ സമയത്ത്. വളരെ നന്നായി സംസാരിച്ചു. അതെ തീർച്ചയായും. എപ്പോ സംസാരിച്ചു? ഇപ്പൊ സംസാരിച്ചത് പറഞ്ഞ കുറച്ചും കൂടി കാര്യമാണ്. ഇപ്പൊ പറഞ്ഞതാണ് കാര്യം. ഒരു കാര്യം പറഞ്ഞോട്ടെ, മലയാളത്തിലെ എല്ലാ പ്രമുഖ പത്രങ്ങളും അറിഞ്ഞുകൊണ്ട് അസത്യം പ്രചരിപ്പിക്കുന്നതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ദുഷ്പ്രവണത. അത് വാച്ച് ഡോഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പത്രങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വന്നിരിക്കുന്നു. എല്ലാ പ്രമുഖ പത്രങ്ങളും കൊലക്കേസിൽ പ്രതിയായ അച്ഛനെ കുംഭസാര രഹസ്യം കൊണ്ട് പറയാത്തതുകൊണ്ടാണ് ശിക്ഷിച്ചത് വരെ ആ കേസ് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ആ കേസിന്റെ വിധി ആദ്യത്തെ വാചകത്തിൽ തന്നെയുണ്ട് ഈ പ്രതിയും അച്ഛനും കൂടി ബന്ധപ്പെട്ടത്, അല്ല ഈ മരിച്ച സ്ത്രീയും കൂടി. പക്ഷെ അങ്ങനെ അച്ഛൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഒരു അച്ഛൻ ബിഷപ്പ് അവിടെ എന്തോ ഒരു ഇവരുടെ ക്രൈസ്തവ ചടങ്ങ് പ്രകാരം സെയിന്റ് ആക്കാനുള്ള ചടങ്ങ് നടത്തുകയാണ്. പ്രമാണങ്ങളെല്ലാം ലംഘിച്ച ഒരച്ഛന് വേണ്ടിയിട്ട് ഒരാള് വേറെ പത്രത്തിൽ എഴുതുന്നുണ്ടോ? ഇത് ഏത് വർഷത്തെ കാര്യമാണിത്? ഇത് ബെനഡിക്ട് കേസ്, 73-74 ഫാദർ ബെനഡിക്റ്റിന്റെ കേസ്. അദ്ദേഹത്തെ ഹൈക്കോടതി വിട്ടല്ലോ. വിട്ടത് ശരിയാണ്, വിട്ടത് ലീഗൽ എവിഡൻസ് ഒന്നുമില്ല. മാത്രമല്ല ഇത്ര ഹെഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ത്രീ അച്ഛൻ മാത്രമാണോ കൊന്നതെന്നുള്ള സംശയമുണ്ട്. കേസ് റിപ്പോർട്ട് ചെയ്ത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അച്ഛനും ഈ സ്ത്രീയും കൂടി കണ്ടിട്ട് വരെ ഇല്ല എന്ന് ഒരു സഭയുടെ പത്രം പ്രചരിപ്പിക്കുക, സഭയുടെ ബിഷപ്പ് പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താലോ? ബാങ്ക് പൊളിച്ച ആള് CP എതിർത്തോണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രചരിപ്പിച്ചാൽ ശരിയാവണത്? മരം വെട്ടിയത് മറച്ചു വെക്കാൻ വേണ്ടി പ്രകൃതി സംരക്ഷണമാണ് പ്രചരിപ്പിച്ചാൽ എങ്ങനെയാണ് ശരിയാവണത്? ഇപ്പൊ ഞാൻ 3-4 പത്രങ്ങളുടെ കേസ് പറഞ്ഞു കഴിഞ്ഞു.
അതേപോലെ തന്നെ മറ്റേ സോവിയറ്റ് യൂണിയന്റെ വിജയം കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ എങ്ങനെയാണ്? ഗോവ വിമോചിപ്പിച്ച പോലും സ്വതന്ത്ര ഇന്ത്യയുടെ പട്ടാളമാണ്. ഫ്രാൻസും അൾജീരിയയും ഫ്രാൻസിന്റെ കീഴിലെ കോളനികളായിരുന്നു. ഫ്രാൻസ് ഒരു കൊല്ലം ജർമ്മനിക്ക് അടിമപ്പെട്ടു പോയ രാജ്യമാണ്. എന്നിട്ട് പോലും 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വിധിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ ജാതി കള്ളപ്രചാരണം നടത്തുകയാണ് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പുന്നപ്ര വയലാറ് നെഹ്റുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ സമരമാണ്. അതെങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരമാണത്? പിന്നെ ഐക്യത്തിനെതിരായിട്ടാണെങ്കിൽ അത് നമ്മൾ പരിഹരിക്കേണ്ട പ്രശ്നമല്ലേ? അത് അവസാനിച്ച് കഴിഞ്ഞില്ലല്ലോ. അതിനെങ്ങനെ പെൻഷൻ കൊടുക്കുക? ഇതൊന്നും നിങ്ങൾ പത്രത്തിൽ പോലും വായിച്ചിട്ടില്ലല്ലോ. കഷ്ടകാല മറ്റേ ബാത്റൂമിൽ ഇതൊക്കെ എഴുതാനൊരു സൗകര്യം ഒരു കാലത്തുണ്ടായിരുന്നു. പിന്നെ അതും ഇല്ലാണ്ടായി ഈ രാഷ്ട്രീയ ബന്ധം കാരണം. ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ബദൽ മാധ്യമം ഉള്ളതുകൊണ്ട് രാജേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും സോഷ്യൽ മീഡിയ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വലിയ ബഹുമാനമൊന്നുമില്ല. അത് വ്യക്തിപരമായ കള്ളന്മാരുണ്ട് അതിനകത്ത്. അല്ല, കള്ളന്മാരാണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഒരു നിയന്ത്രണത്തിന് വിധേയമല്ലാതെ കാര്യങ്ങൾ എഴുതാൻ തുറന്ന് എഴുതാമല്ലോ. അതെ, അത് ഏത് വ്യക്തിക്കൊണ്ട് ഒരു എഴുത്ത് എഴുതാൻ പറഞ്ഞ് ഞാൻ പരീക്ഷണം നടത്തിയതാണല്ലോ. എല്ലാ MLA മാർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന അധികാരികൾക്ക് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് എഴുതണം. അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് എനിക്ക് എഴുതണമെന്ന്. എന്റെ ഇൻലൻഡിന്റെ കാഴ്ചയിൽ പോയതല്ലാതെ ഒരാൾ ഒന്നും എഴുതിയില്ല. പേടിയാണ്. പാവം EMS മാത്രം. EMSന് പിന്നെ ഒരു അഡ്രസ്സുകളുണ്ട്. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ EMS ആ കഥ ഞാൻ കൊടുത്ത കത്ത് തന്നെ തിരിച്ചെനിക്ക് അയച്ചു. അത്രയും പലരും ഉണ്ടല്ലോ. ഞാൻ അയച്ച ലെറ്റർ എന്റെ അഡ്രസ് എഴുതിയ ഇതിൽ വേറെ ആൾക്ക് അയച്ചു. കാരണം അത് ഇന്നാണെങ്കിൽ സാറ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയല്ലോ. പണ്ടാണെങ്കിൽ സാർ ഇത്രയും ഇൻലൻഡ് വാങ്ങിച്ച് അയക്കണം. ഇപ്പോഴാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയല്ലോ ഫേസ്ബുക്കിൽ. അതാണ് ഞാനിപ്പോ ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഞാൻ അതാത് സമയത്ത് പത്രത്തിൽ വരുന്ന നുണ ഞാൻ അത് കാണുന്ന ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഈ അഴിമതികളും നുണയും ഞാൻ അപ്പപ്പോ ഫേസ്ബുക്കിൽ ഇടുക എന്നുള്ളതാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, പുറത്തിറങ്ങാൻ മകൻ സമ്മതിക്കാത്തതിന്റെ ഒരു കാര്യം. 2ാമത്തെ കാര്യം, എനിക്കുള്ള ആരോഗ്യമില്ല. ആയുസ് എപ്പോ വേണമെങ്കിൽ തീരണം. വയസ്സായി കഴിഞ്ഞു. നോർമൽ വയസ്സൊക്കെ എപ്പോഴേ കഴിയും. 87 വയസ്സായി. പക്ഷെ രാജേട്ടനെ ഞാൻ 85 കാണുമ്പോൾ ഉള്ള അതേ രൂപം തന്നെ. ഈ പിന്നെ വെളുത്ത മുടിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ആദ്യമായിട്ട് ബോധ്യപ്പെട്ട രാജേട്ടനെ കണ്ട ശേഷമാണ് കേട്ടോ. ആളത് തന്നെയാണ്. ആളൊരു മാറ്റം വന്നിട്ടില്ല. ഇതുവരെ നടു വളഞ്ഞിട്ടുമില്ല. ഇല്ല. ഞങ്ങളെക്കാട്ടിലൊക്കെ പിന്നെ വീര്യവും ചെറുപ്പവും ഉണ്ട് രാജേട്ടന്. പക്ഷെ പുറത്തിറങ്ങിയില്ല. സ്റ്റാമ്പ് പേപ്പർ വേണ്ട, അപേക്ഷ കൊടുക്കണ്ട, മകനെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം വേണം. സാർ, ഒരു ചോദ്യം. സാർ, ഈ എല്ലാവരോടും സന്ധിയില്ല സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ വീട്ടിന് പേരിട്ടപ്പോ സന്ധി എന്നാണ് ഇട്ടത്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി അത് റോഡ് ചെയ്ത് മുട്ടുന്ന ഈ ഹിന്ദി വാക്കാണല്ലോ ജംഗ്ഷൻ എന്നുള്ളത്. അങ്ങനെ ഒരു ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വീട്ടില് ആൾക്ക് അത് ആ റോഡ് 2-3 ചെന്ന് കമ്മ്യൂണിറ്റി പോലെ വരുന്ന മുട്ടുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ പേരിട്ടു എന്നുള്ളൂ. അല്ലാതെ അവിടെ സന്ധി ചെയ്യാന്നുള്ളത് കൊണ്ടല്ല അല്ലേ സാർ? അത് സന്ധി ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ സന്ധി ചെയ്യാത്ത ആളൊന്നുമല്ല. അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നുണയും സത്യവും കൂടിയുള്ള താരതമ്യം വരുമ്പോ സത്യത്തിനൊപ്പം നിൽക്കാൻ പറ്റൂ. ഭൂമി കൈകാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതങ്ങനെ പിൻവലിക്കും. ഹൈക്കോടതി പറഞ്ഞാൽ ഞാൻ പിൻവലിച്ചില്ല. അതല്ല എനിക്ക് എതിരായി ശിക്ഷ വന്നത്. കേസ് കൊടുക്കാനേ എങ്ങനെ കോടതി ജയില് കൊടുക്കാൻ? സത്യം പറഞ്ഞതിന് കോടതി ജയില് കൊടുക്കാൻ പറഞ്ഞ എങ്ങനെ ഒരു വിധി ഉണ്ടാവുന്നത്? അത് പിൻവലിക്കാൻ ഞാൻ കൂട്ടാക്കാത്തോണ്ടല്ലേ. അപ്പൊ ഞാൻ അവസാനം രാജേട്ടന് കുറച്ചു മുമ്പ് EMSനെ കുറിച്ച് പറഞ്ഞു. EMSുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടല്ലോ, ഒന്ന് പറയാൻ പറ്റുമോ? EMS സ്വന്തം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുള്ള ആളല്ല. അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് ചില ചരിത്രകാരന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. പക്ഷെ സമ്പൂർണമായും പാർട്ടിക്ക് വിധേയനായ ഒരു പാർട്ടി അടിമയാണ്. വരുവിന് കാണുവിൻ രസിപ്പിന് സിനിമ നോട്ടീസ് ഇറക്കുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ തീരുമാനത്തെ അതാത് കാലത്ത് എഴുതുക എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവനയൊന്നും ഇല്ല. ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഗ്രാംസിയുടെ പോലെയോ ഇന്ത്യ പോലെയുള്ള ജാതി വ്യവസ്ഥയിൽ തന്നെ അംബേദ്കറിനെ പോലെയോ അല്ലെങ്കിൽ ലോഹിയെ പോലെയോ ഒന്നും ഒരു മാർക്സിസ്റ്റായിട്ട് പോലും സ്വന്തമായ ചിന്ത അദ്ദേഹത്തിന് ഇല്ല. പാർട്ടി പറയുന്നത് അതിന്റെ പ്രചാരകനാണ്. അത് ഏതാ ഭൂരിപക്ഷം നോക്കി അവിടെ നിൽക്കും. പക്ഷെ സാമാന്യമായിട്ട് ഈ വ്യക്തിപരമായ അഴിമതി ഇന്നത്തെ കാര്യം നോക്കും അതില്ലാത്ത ആള് തന്നെയാണ്.
അമ്മു മേഡം എനിക്ക് തോന്നുന്നു എക്സിറ്റ് ആയി, സമയം കുറച്ച് ലേറ്റ് ആയി. സമയം നീണ്ടുപോയി. ഞാൻ അമ്മു ജോസഫിനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാണ്ടായിരുന്നു, അത് കേൾക്കുന്നതല്ല. ഈ ഹിന്ദുവിൽ എഴുതിയ കോളം പുസ്തകമാക്കാൻ പോകുന്നു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ചോദിക്കണമായിരുന്നു. മേഡം അത് കാണുന്നില്ല ഇപ്പം തിരിച്ച്. മാം പറഞ്ഞിട്ടാണ് പോയത്, കുറച്ച് ലേറ്റ് ആയല്ലോ. അല്ല ലേറ്റായി അല്ല, ഒത്തിരി ഇപ്പൊ ലേറ്റ് ഞാൻ അവരോട് ചോദിക്കണം വിചാരിച്ച ഒരു കാര്യമാണ്. അവര് വാമപക്ഷം എന്ന് പറഞ്ഞൊരു കോളത്തെ തന്നെ പറ്റി കേട്ടിട്ടുണ്ടോ? അതുപോലും കേട്ട് കാണാൻ വഴിയില്ല. ഇല്ല എന്ന് പറഞ്ഞു രാജേട്ടത് പറഞ്ഞപ്പോ ഇല്ല എന്ന് പറയണ്ടേ. 82 ഇന്ത്യയിലത്തെ ആദ്യത്തെ റാഡിക്കൽ ഫെമിനിസ്റ്റ് കോളമാണത്. മാത്രമല്ല അടിയന്തരാവസ്ഥയിൽ ആരും എതിർത്തിട്ടില്ല എന്നാണ് പറയണത്. ഞാൻ പറയാറില്ല, ഞാൻ പറയാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ താല്പര്യം ഇല്ലാത്തവരോട് പറഞ്ഞിട്ടുള്ള കാര്യം. അടിയന്തരാവസ്ഥ കാലത്ത് വിലങ്ങ് വെച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, അക്ഷരാർത്ഥത്തിൽ എന്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. ഞാൻ വലത്തെ കയ്യിൽ തന്നെ വെക്കണമെന്ന് പോലീസുകാർ പറയുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് പിന്നെ താങ്കളെയും കൂടെയുള്ള പരിവർത്തനവാദി നേതാക്കന്മാരെയും പാർപ്പിച്ചത് മട്ടാഞ്ചേരിയിലെ സബ് ജയിലിൽ, അവിടുന്ന് ട്രെയിനിലാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കിയിട്ട് വിലങ്ങ് വെച്ച് നടത്തിക്കൊണ്ട് പോയോ? അതെ, ബസ്സിൽ കൊണ്ടുവന്ന് നടത്തിക്കൊണ്ട് പോകുമ്പോ ജഡ്ജസ് കോളനിയുടെ മുമ്പ് കൂടെയാണ് പോണത്. ഞാൻ കൈ ഉയർത്തി, എന്റെ സുഹൃത്തുക്കളായ ജഡ്ജിമാർ അവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അപ്പോഴേക്കും കോടതി പോയിരുന്നു, ആരും കണ്ടു കാണില്ല. പക്ഷെ ആ കണ്ട ജഡ്ജി തിരിച്ചു പോകുമ്പോഴേക്കും വിലങ്ങ് വെച്ചവരെ തെറി പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. എന്നിട്ട് പിന്നെ ഒരിക്കലും വിലങ്ങ് വെച്ചിട്ടുമില്ല. പക്ഷെ എനിക്കത് ഒരു എക്സ്പീരിയൻസ് നൽകി സിംബോളിക് ആയതുകൊണ്ട് എൻജോയ് ചെയ്തു ഞാൻ. കാരണം എമർജൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ ആണല്ലോ കയ്യിൽ വിലങ്ങ് വെക്കുക എന്നുള്ളത്. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഞാൻ ഇപ്പോൾ സമയം ദീർഘിച്ചു എങ്കിൽ പോലും ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഈ സംഭവ വികാസങ്ങളുടെ പേരിൽ താങ്കളെ രാജേട്ടനെ പിരിച്ചുവിടാൻ ഒരു നീക്കം ഉണ്ടായി എന്ന് ഞാൻ എവിടെയോ വായിച്ചു ഓർക്കുന്നു ഒരു കാലത്ത്. അതായത് കലാകൗമുദിയില് ഷേണായും മാധവൻകുട്ടിയും കൂടി ഇന്ദിരയുടെ വരവും പോക്കെന്നും പറഞ്ഞ ഒരു പരമ്പര എഴുതി. ഓർമ്മയുണ്ട്. അത് ബുക്കാക്കിയില്ല. കാരണം ഇവർ വിചാരിക്കുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ബുക്കാക്കിയില്ല. DC ബുക്കാക്കിയില്ല. അതിൽ ഈ കാര്യം എന്നെ പിരിച്ചുവിടാനായിട്ട് സമ്മർദ്ദം ചെലുത്തിയെന്നും അതിന് തയ്യാറാകട്ടെ, കേസ് കഴിയട്ടെ എന്ന് VM നായർ പറഞ്ഞെന്നും ആ ദേഷ്യത്തിൽ VM നായരെ പല മീഡിയ കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കിയെന്നും ഇവർ എഴുതിയിട്ടുണ്ട്. VM നായരുടെ മേൽ പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതെ, പൊളിറ്റിക്കൽ പ്രശ്നം ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കേന്ദ്രം വഴി ഉണ്ടായത് ശരിയാണ്, സത്യമാണത്. വാത്സല്യം ഉണ്ടായിരുന്ന ആളാണ് VM നായർ അല്ലേ സാറിനോട്? VM നായരാണ്. ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്തപ്പോൾ ഏറ്റവും ലിബറൽ ഔട്ട്ലുക്ക് ഉള്ള, ഏറ്റവും അഡ്വാൻസ് വ്യൂ ഉള്ള എഡിറ്റർ ആരാന്ന് ചോദിച്ചാൽ VM നായർ തന്നെയാണ്. അദ്ദേഹം എഴുതിക്കുന്ന കത്തുകളുണ്ട്. അദ്ദേഹം മന്ത്ലി ഓരോ കത്ത് ജേർണലിസ്റ്റുകൾക്ക് എഴുതാറുണ്ട്. അദ്ദേഹം മാനേജ്മെന്റിന് വേണ്ടി ഒപ്പിടുന്ന പേനയുടെ ഒരു നിറവും മറ്റേ എഡിറ്റോറിയൽ കാര്യങ്ങൾക്ക് ഒപ്പിടുന്ന പേന പോലും മാറി മാറി അങ്ങോട്ട് ഉപയോഗിച്ചിരുന്ന ആളാണ്. ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ രണ്ടായി കണ്ടിരുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹമാണ് അഡ്വാൻസ് വ്യൂ. ബാക്കിയെല്ലാം സ്വാതന്ത്ര്യ സമരന്മാരും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പഠിത്തവരുന്ന പലരും ഫ്യൂഡലിസ്റ്റ് ഔട്ട്ലുക്ക് ഉള്ളവരാണ് പലരും. പക്ഷെ ഇദ്ദേഹം അഡ്വാൻസ് വ്യൂ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. വേണ്ടത്ര അംഗീകാരം കിട്ടാത്തതിന് കുറെ സെൽഫ് ബൂസ്റ്റിംഗ് നടത്താറുണ്ടെന്നത് ശരിയാണ് വർത്തമാനത്തിൽ. നമ്മൾ ഈ പരമ്പര ആരംഭിച്ചപ്പോൾ ആദ്യ എപ്പിസോഡിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തന ശ്രീ PJ മാത്യു സാറ് എത്തിയിട്ടുണ്ട്. വൈകി ശ്രീ സെർജി ആന്റണിയും എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. PJ മാത്യു സാർ സംസാരിക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം യാത്രയിലായിരുന്നു. അദ്ദേഹം വന്ന് ഒരു 2 വാക്ക് പറഞ്ഞാൽ ഉപകാരം. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ പരമ്പര ആരംഭിച്ചത്. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പരമ്പരയുടെ 44-ാം ഭാഗം സമാപിക്കാൻ പോവുകയാണ്. അപ്പം രാജേട്ടനും PJ മാത്യു സാറും ആണ് ഉദ്ഘാടന സെഷനിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. രാജേട്ടൻ അന്ന് വന്നിരുന്നെങ്കിൽ സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അതായത് സമാപനത്തിന് അദ്ദേഹം വന്നു. സന്തോഷം. ഇതിൽ PJ മാത്യു സാറും ഈ റൂമിൽ ഇപ്പം എത്തി. അതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തുന്നു. ഇല്ലില്ല, മാത്യു സാർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മ മേഡം വരുമോ? തിരിച്ചു വരുമോ? വരില്ലാന്ന് തോന്നല്ലേ? അവരിപ്പോൾ 10 മണിയാകുമ്പോൾ സമയം ഒത്തിരി ദീർഘിച്ചു അല്ലേ? മണിക്കൂറായില്ലേ? അതെ. അപ്പം പുതിയിടത്തിന്
പക്ഷെ അയാളൊക്കെ പോയി. അയാൾക്ക് അയാളോട് എന്തൊക്കെയോ ചോദിക്കാണ്ടെന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാൻ പറഞ്ഞത് ആ സമയത്താണ് രാജേട്ടന്റെ ആ മൈക്ക് പോയത്. അതെ പ്രശ്നം വന്നു. നമുക്ക് രാജേട്ടെ നോക്കുന്ന അവസാനിപ്പിക്കല്ലേ, പറഞ്ഞിട്ട് കൺക്ലൂഷൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സമയം ഒത്തിരി നമ്മൾ ഈ കഴിഞ്ഞ പരമ്പരയിൽ ഇത്രയും നീണ്ടുപോയത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ചരിത്രസാക്ഷികൾ പരമ്പര ഇവിടെ വിജയകരമായി സമാപിക്കുകയാണ് 44-ാം അധ്യായത്തോടുകൂടി. അപ്പോൾ ഇതിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകരായ എന്റെയൊക്കെ ഗുരുവായ, നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഗുരുവായ പ്രിയപ്പെട്ട രാജേട്ടൻ ശ്രീ പി രാജൻ, മുതിർന്ന ഇന്ത്യയിലും പുറത്തും അറിയപ്പെടുന്ന ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകയും മലയാളിയുമായ അമ്മു ജോസഫ്, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ റൂമിലേക്ക് വന്ന നേരത്തെ ഈ പരമ്പരയിൽ സംബന്ധിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കെല്ലാം ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന്റെ ശബ്ദലേഖനം മുഴുവൻ 43 ചാപ്റ്ററിന്റെയും ശബ്ദലേഖനം മീഡിയ വേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലുണ്ട്. നെറ്റിലും ഇതിന്റെ റിപ്പോർട്ടുണ്ട്. ഇത് താമസിയാതെ ആക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ പരമ്പര നന്ദിയുണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആലോചിച്ചത്. ഓക്കെ സാർ. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ നേരത്തെ എന്റെ ആകാശവാണിക്കാലം എന്ന പരമ്പരയുടെ ബാക്കി ഭാഗങ്ങൾ ആരംഭിക്കും. അതിനുശേഷം 2 പദ്ധതികളുണ്ട്. ഒന്ന് കേരളത്തിലെ യാത്രികർ ആയിട്ടുള്ള, സഞ്ചാരികളായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഡോക്യുമെന്ററി സംവിധായകരുടെ അനുഭവങ്ങൾ, ഒരു പരമ്പര. അതിനുശേഷം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇന്ത്യയിലെ മുതിർന്ന, ഈ പരമ്പരയിൽ വരാത്ത മലയാളികളായ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഇന്റർവ്യൂ, അഭിമുഖ സംഭാഷണ പരമ്പര ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും തുടർന്നും ഇതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, മംഗളം. പ്രദീപിനും ഹേമയ്ക്കും ഞങ്ങളുടെ എല്ലാം ആശംസകൾ. വളരെ നല്ല ഒരു പരമ്പരയായിരുന്നു. ഇന്നത്തെ ചർച്ചയേക്കാൾ കൂടുതൽ നേരത്തെ ഇതിനകത്ത് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും പുസ്തകമാക്കണം. എല്ലാ പിന്തുണയും അറിയിക്കുന്നു. ഒരു മിനിറ്റ്, മുസ്തഫ എനിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഓക്കെ. മുസ്തഫ, നമ്മൾ നന്ദി പറഞ്ഞിട്ടാണ് വരുന്നത്. മൈക്ക് ഓൺ ചെയ്യോ? ഹലോ, മൈക്ക് ഓക്കെ. പറയാം. ഞാൻ കുറെ നേരമായി കേൾക്കുന്നുണ്ടത്. കാണുന്ന പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് മുസ്തഫയുടെ പേര് പറഞ്ഞിരുന്നു. മുസ്തഫ കേട്ടില്ല. അതെ. ഞാൻ തുടക്കക്കാരനായിരുന്നു ഇതിന്റെ. കാരണം 2ാമത്തത് 3ാമത്തത് എന്റേതായിരുന്നു പറഞ്ഞിരുന്നത്. അതെ, ചിത്രം ചരിത്രം എന്നുള്ള ഫോട്ടോഗ്രാഫേഴ്സിന്റെ പരമ്പരയില്ല. അത് പിന്നെ വളരെ സജീവമായിട്ട് വന്നു. സമാപന സമ്മേളനം അല്ലെ, സമാപന എപ്പിസോഡിൽ വന്നിരുന്നല്ലോ. താങ്കളും രാജൻ പുതുവളായിരുന്നല്ലോ ആ പരമ്പരയുടെ. അതെ, നന്നായി, നല്ല പരിപാടി. ഞാൻ ഒരുപാട് പേർക്ക് കേട്ടു. ഇനിയും കേൾക്കാലോ, പലതും എടുത്തു നോക്കിയിട്ട് കേൾക്കണം. ഒരുപാട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. പിന്നെ ഞങ്ങൾ പലരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരെ പറ്റി അറിയാം. അവരുടെയൊക്കെ സംഭാഷണങ്ങളൊക്കെ ഇതിൽ കേൾക്കാൻ പറ്റിയെന്നുള്ളത് ഒരുപാട് സന്തോഷം. മാത്രമല്ല സാർ, ഈ ചർച്ചയിൽ പലപ്പോഴും വഴികാട്ടിയുമായിരുന്നു. ചർച്ച ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടാക്കി തന്നിട്ടുമുണ്ട് പലപ്പോഴും ലിസണറായിട്ട് കയറിയിട്ടാണെങ്കിൽ. വളരെ നന്ദി സാർ. PJ മാത്യു സാർ ഇവിടെ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. മാത്യു സാറിന്റെ എത്തിയിട്ടുണ്ടോ? ഓക്കെ. മാത്യു സാറിന്റെ മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് സാറ് റൈറ്റ് സൈഡിലെ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓൺ ചെയ്യാൻ പറ്റും. താഴെയുള്ള ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺമ്യൂട്ട് ആവും. അതുപോലെ സർജി ആന്റണി സാറും വന്നിട്ടുണ്ട്. ഉണ്ട് കണ്ടു. ഇന്നത്തെ അവസാന ഭാഗത്ത് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. സന്തോഷം. നിങ്ങളുടെ ഒരു മാരത്തോൺ പരിപാടി 10 മാസം കൃത്യമായിട്ട് 10 മാസം ഗംഭീരായിരിക്കുന്നു. എനിക്ക് അതിലൊരു ഇടം തന്നതിലുള്ള സന്തോഷവും നന്ദിയും. ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുതെ സമയം കളയണ്ടെന്നാണ് എന്റെ അഭിപ്രായം. സാറിലാണ് ആരംഭിച്ചത്. സാറാണ് ഉദ്ഘാടനം. സാറിലാണ് ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിൽ അവസാനം പങ്കെടുത്തതിൽ സന്തോഷമുണ്ട്. സന്തോഷം. താങ്ക് യു. അപ്പൊ ഇതോടുകൂടി നമ്മള് ഈ സൈറ്റിലും നമ്മൾ ഇതിലെല്ലാം 77 മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങൾ, വലിയ ഡാറ്റാ ബാങ്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, പബ്ലിക്.
അത് ഈ ഭാവി ഗവേഷകർക്കും ഒക്കെ ഇത് ഉപകാരപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഇന്ന് അസാധാരണമായ അംഗസംഖ്യ ഉണ്ടായിരുന്നു സർ ലിസണേഴ്സിന്റെ. അതെ 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 അതെ, ഒത്തിരി പേരാണ്, എല്ലാം മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒത്തിരി പേര് ഇതിൽ വരികയും ചെയ്തു. സർജി ആന്റണിയൊക്കെ ഉണ്ട്, സമയം വൈകിയുണ്ടായിരിക്കും അദ്ദേഹം വരാത്തത് തിരിച്ച്. ഉണ്ട്. ഹരീഷ് ടി വി ഹരീഷിനെയും കാണുന്നുണ്ട്. ഓക്കെ, ഹരീഷൻ ഉണ്ട്, എസ് കൃഷ്ണൻകുട്ടിയൊക്കെ ഉണ്ട്. അതെന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, ശുഭരാത്രി. നന്ദി പറയുന്നു, ശുഭരാത്രി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്.